ഒരു 17 കാര്യങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗം വേണ്ട എന്ന് വിചാരിച്ച് പറയുകയാണ്. രാഷ്ട്രീയം വേണ്ട. പറഞ്ഞോളൂ. 1200 വീട്ടുകാരെ ഞാൻ പോയി കണ്ടു. കുട്ടനാട്ടിൽ നിന്ന് പോയ 1200 പേര്. ഈ കുട്ടനാട്ടിൽ നിന്ന് പോയ സ്ത്രീജനങ്ങളുടെ മെന്റൽ സ്ഥിതി, അതായത് അവരുടെ മാനസിക സ്ഥിതി ശരിയല്ല. അവരുടെ മാനസിക നില തകരുക. കുട്ടനാട് പാക്കേജ് എത്ര നടപ്പിലാക്കിയാലും ഈ പറഞ്ഞ കുട്ടനാട് രക്ഷപ്പെടത്തില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കുട്ടനാടൻ ജനത ആഗ്രഹിക്കുന്നത്, ഈ നാട് എന്നും ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അങ്ങ് പറഞ്ഞതുപോലെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വം. ഇനിയും വരുന്ന UDF-കാരോടും LDF-കാരോടും ബാക്കി ഏത് പാർട്ടിക്കാരോടും നമുക്ക് പറയാം, ഞങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കുട്ടനാട്ടിന് വേണ്ടി നിർത്ത്, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ബിവറേജസ് കോർപ്പറേഷനിൽ 4000 പേർക്ക് കൊടുക്കുന്ന ബോണസ് തുക ഒരു 4 വർഷത്തെ കൂട്ടിവെച്ചാൽ കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും നെൽ കർഷകർക്ക് കടമില്ലാതെ നെല്ലിന്റെ പൈസ കൊടുക്കാൻ പറ്റും. നമസ്കാരം. കർഷകന്റെ കണ്ണീര് വീണ് കുതിരുകയാണ് ഇന്ന് കുട്ടനാടിന്റെ മണ്ണ്. കേരളത്തിന്റെ നെല്ലറയാണ്, വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് കുട്ടനാട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് നിലനിൽപ്പിന് വേണ്ടി കേഴേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് കുട്ടനാട്. മാറി മാറി വരുന്ന സർക്കാരുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ കുട്ടനാടൻ പാക്കേജ്, ഒപ്പം തന്നെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ മുൻപിൽ ഉണ്ടെങ്കിലും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് കുട്ടനാടിൻ്റെ പ്രതിസന്ധികളിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക ജനതയ്ക്കും ചിലതൊക്കെ പറയാനുണ്ട്. ഈ നാട്ടിലെ സർക്കാരിനോട്, ഇവിടുത്തെ ഭരണകൂടങ്ങളോട്, ലോകത്തോട് ചിലതൊക്കെ പറയാനുണ്ട്. സ്വാഗതം. ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ജനകീയ ചർച്ചാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അതിഥികൾ എന്ന് പറയുന്നത് കുട്ടനാടിലെ കർഷക ജനതയാണ്. അവരെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കുട്ടനാട് നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ക്രിസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സോണി പള്ളിച്ചെറിയിൽ അച്ഛനുണ്ട്. ഒപ്പം തന്നെ ആന്റണി സാറുണ്ട്. അദ്ദേഹം നമുക്കറിയാം റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസീൽദാറാണ്. ഒപ്പം തന്നെ വർഗീസ് കണ്ണമ്പള്ളി സാറുണ്ട്. അദ്ദേഹം കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒപ്പം തന്നെ ക്രിസിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ചമ്പക്കുളം കൊണ്ടാക്കൽ സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിലാണ്. ആ പള്ളിയുടെ ബഹുമാനപ്പെട്ട ഇടവക വികാരി സോജനച്ചനും നമ്മോടൊപ്പമുണ്ട്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് ഞാൻ സോണി അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ, ഞാനത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് കുട്ടനാടൻ ജനത നൽകുന്നുണ്ട്. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി ഒരു സമരത്തിലേക്കൊക്കെ ഇറങ്ങേണ്ട ഒരു ഗതികേടിലാണ് കുട്ടനാടൻ ജനത. കഴിഞ്ഞ ആഴ്ചകളിൽ കുട്ടനാട് നടന്ന സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഐതിഹാസികമായ വലിയൊരു സമരം. ആരാണ് ഈ കുട്ടനാടൻ ജനതയെ സമരത്തിലേക്ക് തള്ളിവിടുന്നത്? എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രതിസന്ധികൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുക. കാരണം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ പലപ്പോഴും മാധ്യമ ശ്രദ്ധയിൽ കുട്ടനാട് അല്ലെ ആലപ്പുഴ എത്തിച്ചേരുക കുട്ടനാട്ടിലെ ജനതകൾ അല്ലെങ്കിൽ കാർഷിക മേഖല അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ പേരിലാണ് മാധ്യമ ശ്രദ്ധയിലും ലോകത്തിൻ്റെ ശ്രദ്ധയിലുമൊക്കെ പലപ്പോഴും ഈ അടുത്ത കാലഘട്ടത്തിൽ കുട്ടനാടും ആലപ്പുഴയും ഒക്കെ എത്തിച്ചേരുക. മറിച്ചായിരുന്നു കുട്ടനാടൻ ജനതയുടെ പ്രതീക്ഷ. കാരണം ഈ ജനത എന്നും ആഗ്രഹിക്കുന്നത് കേരളത്തെ തീറ്റിപ്പോറ്റുന്ന ഒരു നെല്ലറയായിട്ട് കുട്ടനാടിനെ കാണണം. ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് കടന്നു വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ പ്രകൃതിയോട് ഒത്തുചേർന്നുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് മടങ്ങിപ്പോകണം. അങ്ങനെ കുട്ടനാടിനെ ലോകത്തിൻ്റെ മുൻപിൽ, ലോകത്തിൻ്റെ മാപ്പിൽ, ഭൂപടത്തിൽ നന്നായിട്ട് രചിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് കുട്ടനാടൻ ജനത എന്നും ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും മറിച്ചാണ് സംഭവിക്കുക. ജനത അല്ലെങ്കിൽ കുട്ടനാടിനെ ആൾക്കാർ കാണുന്നത് ഇവിടെ പ്രശ്നസങ്കീർണമായ ഒരു പ്രദേശം, ഇവിടേക്ക് ഒന്നിനും വരാൻ കൊള്ളുകയില്ലാത്ത ഒരു നാട്, അല്ലെങ്കിൽ വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ മടിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലും കുട്ടനാട് അവഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മൾ വിരൽ ചൂണ്ടുന്ന ഇത് അധികാരവർഗത്തിലേക്കാണ്. അവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ല. കേരളത്തിൻ്റെ
പിറവിക്ക് ശേഷം 1956 ശേഷമുള്ള ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും ജനത്തെ ചൂഷണം ചെയ്യാൻ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഭരണം മാറി മാറി ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാണിച്ചത്. പെട്ടെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടനാട്ടിലെ പ്രശ്നങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, കുട്ടനാട്ടിലെ കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രശ്നമാണ്. അത് പ്രധാനമായിട്ടും നെൽകൃഷിയാണ് എങ്കിൽ പോലും ഇവിടുത്തെ മറ്റ് മത്സ്യകൃഷി ആയിക്കൊള്ളട്ടെ, തെങ്ങ് കൃഷി ആയിക്കൊള്ളട്ടെ, വാഴ കൃഷി ആയിക്കൊള്ളട്ടെ, ഇതൊന്നും ഇന്ന് ശാശ്വതമായി കുട്ടനാട്ടിലെ ജനത അല്ലെങ്കിൽ കർഷകന്റെ ഉപജീവനത്തിന് പറ്റാത്ത തരത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും കെടുകാര്യസ്ഥതയുമാണെന്ന് അസംഖ്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, കുട്ടനാട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യമായിരുന്നു കുട്ടനാട്ടിലൂടെ കയറിറങ്ങി പോകുന്ന ആ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. കാരണം ഞാൻ കുട്ടനാട്ടുകാരനാണ്, ചേന്നങ്കരി സ്വദേശിയാണ്. ഞങ്ങളൊക്കെ ഈ കുഞ്ഞുനാളുകളിൽ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആ അവധി കാലഘട്ടങ്ങളിലുമൊക്കെ ഏറെയധികം സന്തോഷിച്ചത് ഈ വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിലായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളം ചവിട്ടി തെറിപ്പിച്ച് കൂട്ടുകാരെയുമൊക്കെ ചവിട്ടി തെറിപ്പിച്ചൊക്കെ ഈ സ്കൂളിലേക്ക് പോവുകയും തിരികെ മടങ്ങി വരികയും ആ മടങ്ങി വരുന്ന ആ സന്തോഷമൊക്കെ ഇന്ന് മറിച്ച് കുട്ടനാട്ടിൽ എല്ലാ കാലത്തും വെള്ളപ്പൊക്കമാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ വെള്ളപ്പൊക്കം. ഈ ഒരു വർഷം പരിശോധിച്ച് തന്നെ അതിൻ്റെ 5ഓളം വെള്ളപ്പൊക്കം ഈ കുട്ടനാട്ടിൽ കഴിഞ്ഞു പോയി. ഇന്നും പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷം. ഇതെല്ലാം പലപ്പോഴും മറ്റു ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് പേടിയില്ല, മറിച്ച് മറ്റു ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി. മറ്റു നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടേക്ക് വന്ന് താമസിക്കുവാനോ, ഇവിടേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് പെണ്ണിനെ കെട്ടിച്ചു വിടുവാനായിട്ടോ കേരളത്തിന് പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനം സമ്മതിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കുട്ടനാട് കൊണ്ട് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇത് സംശയലേശമന്യേ പറയാവുന്ന കാര്യമാണ്. കാരണം പല കാര്യങ്ങൾക്കും മത, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾക്കൊക്കെ പരിമിതികളുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ജനങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പങ്കുപറ്റണമെന്ന് സഭാ നേതൃത്വത്തോടോ സാമൂഹിക നേതൃത്വത്തോടോ സാംസ്കാരിക നേതൃത്വത്തോടോ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ടാക്സ് നികുതി പിരിച്ച് ഭരണം നടത്തുന്ന സംസ്കാരത്തിൻ്റെ അധികാരികൾക്ക് അല്ലെങ്കിൽ അധികാരി വർഗത്തിന് ഉത്തരവാദിത്വമുണ്ട്. തങ്ങളുടെ നികുതി ശരിയാവണ്ണം തങ്ങളുടെ ജനതയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സഭയ്ക്കും മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തി ജനത്തെ അവരുടെ സാധാരണ ലെവലിൽ നിന്നും ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള സർഗശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സഭയ്ക്കും സാമൂഹിക സംഘടനകൾക്കും പറ്റും. പക്ഷേ സർക്കാരിന് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പങ്കുപറ്റാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് പലപ്പോഴും കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ പിന്നാക്കം പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് കുട്ടനാട് ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമെന്ന ഒരു ബ്രാൻഡിലേക്ക് കുട്ടനാടെ മാറ്റുവാണ്ട് വരുന്നത്. മറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കുട്ടനാടൻ ജനത ആഗ്രഹിക്കുന്നത്, ഈ നാട് എന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇത് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസാണ്. ഈ നാടിനെ ജീവിക്കാൻ കൊള്ളാവുന്ന, എല്ലാവർക്കും നന്നായിട്ട് ശാന്തിയോടെയും സമാധാനത്തോടെയും പരസ്പര സ്നേഹത്തോടുകൂടെയും ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന്, പ്രാർത്ഥനയുടെ തലത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജാതി മതവർഗങ്ങളും ഒരുമിച്ച് വാഴുന്ന ഒരു നാടാണ് ഇവിടെ. ഇവിടെ ആർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളപ്പൊക്കമുണ്ടായാലും കൃഷിനാശമുണ്ടായാലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പരസ്പരം സഹകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഈ ജനതയെ ഒരുപോലെ കാണുവാനായിട്ടും അവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് പറ്റുന്ന കർമ്മ പരിപാടികൾ നടപ്പിലാക്കുവാനായിട്ടും പറ്റാതെ വരുന്നതാണ് ഈ നാടിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ആ നാടിൻ്റെ ഈ പ്രശ്നത്തിലേക്കാണ് ആദ്യം വിരച്ചുകൊണ്ടത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് സർക്കാരും മറ്റു വിവിധ ഏജൻസികളും നോക്കേണ്ടത്. നമ്മൾ ഓണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് തൂശനിരയിൽ ഓണം ഉണ്ണണമെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ നിന്നും വാഴയിൽ നിന്നും ഇല വെട്ടുവാനായിട്ട് വാഴയില്ല. അതിന് തമിഴ്നാടിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. കുട്ടനാട്ടിൽ അത്തപ്പൂക്കളം ഇടണമെന്നുണ്ടെങ്കിൽ തമിഴ്നാടിനെയോ കർണാടകത്തെയോ ആശ്രയിക്കേണ്ടി വരും ഇവിടെ പൂക്കൾ വരുവാനായിട്ട്. അല്ലെങ്കിൽ നല്ല അരി, കുത്തരിച്ചോറുണ്ട് ഓണം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനും മറ്റു നാടിനെ ആഘോഷിക്കണം. നെല്ലറയായ കുട്ടനാടിൻ്റെ ദുരവസ്ഥയാണിത്. ഇതിന് പരിഹാരം കാണുന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ഉന്നയിക്കുവാനായിട്ടുള്ളത്. യെസ്, അത് വളരെ കറക്റ്റാണ്. വ്യക്തമായിട്ടുള്ള ആശയങ്ങളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പങ്കുവച്ചത്. അച്ഛൻ പറഞ്ഞതുപോലെ സർക്കാരുകളുടെ ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകരമായിട്ടുള്ള നിസ്സംഗത ഈ ഒരു വിഷയത്തിൽ കുട്ടനാട് നേരിടുന്ന പ്രതിസന്ധികളുടെ മേലുണ്ട്. ഞാൻ നമ്മുടെ സമൂഹത്തിലെ കുറച്ച് പ്രായമായിട്ടുള്ള ചേട്ടന്മാരിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതം കൊടുത്തവരാണ് കുട്ടനാടൻ ജനത. ചോര നീരാക്കി അധ്വാനിച്ചവരാണ് കുട്ടനാടൻ ജനത. അപ്പോൾ പലപ്പോഴും ഈ ചരിത്രത്തെ, ഈ ത്യാഗോജ്വലമായിട്ടുള്ള ചരിത്രത്തെ ബോധപൂർവം തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കുട്ടനാട് ഇങ്ങനെയായി, നമ്മൾ നേരിടേണ്ടി വന്ന ആ ഒരു ത്യാഗം, നമ്മൾ അനുഭവിച്ച ആ ഒരു പ്രതിസന്ധികൾ
പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഒരു കറിവേപ്പില പോലെ കുട്ടനാടൻ ജനതയെ മറക്കുന്ന ഒരു അവസ്ഥ, അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ പ്രായമായിട്ടുള്ള ഒരു പഴയ തലമുറയിലെ ചേട്ടന്മാരൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിത്ത് ക്ഷാമമാണ്. വിത്തെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് സൗജന്യമായാണ് വിത്ത് വിതരണം ചെയ്തിരുന്നത്. ഒരു 10 ദിവസം മുമ്പ് ഞങ്ങളെ പാടശേഖരത്തിലെ ബന്ധപ്പെട്ട വ്യക്തികളെ ഒരു യോഗം ചമ്പക്കുളം കൃഷിഭവനിൽ കൂടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സൗജന്യമായ വിത്ത് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ്. പക്ഷേ വീണ്ടും ഞങ്ങളെ കർഷക ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളെ വീണ്ടും വിളിച്ചു. അപ്പോൾ പറഞ്ഞു 1 കിലോയ്ക്ക് 5 രൂപ നിർബന്ധമായും അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സൗജന്യമായ വിത്ത് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃഷി ചമ്പക്കുളം കൃഷിഭവൻ്റെ കീഴിലുള്ള പാടശേഖരങ്ങളിൽ വിത്ത് ഇറക്കത്തിലെന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. അതനുസരിച്ച് ഞങ്ങളുടെ തീരുമാനം അവിടെ ചർച്ച ചെയ്തു. തീരുമാനം അന്നത്തെ പ്രിൻസിപ്പൽ ഡയറക്ടർ അഗ്രികൾച്ചറിന് വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിയോടും പറഞ്ഞിരുന്നു. പിന്നത്തെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ വിത്തെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഞങ്ങൾ വിതയ്ക്കുന്ന ഉമ്മ വിത്താണ്. അതിൻ്റെ ഒരു 10 വർഷമായി അതുതന്നെയാണ് ക്രമമായിട്ട് നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നത്. അതിനിപ്പം പ്രത്യുൽപാദന ശേഷി കുറഞ്ഞു. ഒത്തിരി കൃമികീടങ്ങൾ അതിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം പുതിയ നമ്മുടെ മങ്കമ്പ് കൃഷി അഗ്രികൾച്ചർ റിസർച്ചിൽ നിന്നാണ് പുതിയ വിത്തിനങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നിർമ്മിച്ച് ഉണ്ടാക്കിത്തരണമെന്ന് ഞങ്ങളവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും വളത്തിന് കഴിഞ്ഞ കൃഷിക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 1200 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഫാക്ടംബോസിൻ്റെ വില ഇപ്പോൾ 1800 രൂപയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന പറയുന്നത് NPK വളങ്ങെന്ന് പറഞ്ഞാൽ അതാ നൈട്രജന്, കാലിയം ആൻഡ് പൊട്ടാഷ്, ഈ 3 മൂലകങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനകത്ത് പൊട്ടാഷ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്തൊരു സാധനമാണ്. അത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിന് വില എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചാക്കിൻ്റെ വില എന്ന് പറയുന്നത് 1300 രൂപയാണ്. അതിനിപ്പോൾ അത് നമ്മുടെ വളങ്ങൾ തന്നെ എല്ലായിടത്തും ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നില്ലെന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ഈ NPK വളങ്ങൾ കിട്ടാനില്ല. അതുപോലെ യൂറിയ. നമ്മൾ ഈ പ്രശ്നങ്ങൾ കൃഷി വകുപ്പിനോട് പറയുമ്പോൾ അവരുടെ ഒരു മനോഭാവം എന്താ? അവർ പോസിറ്റീവായിട്ടാണോ ഇതിനോട് പ്രതികരിക്കുന്നത്? നമുക്ക് അവർ പോസിറ്റീവാണെന്ന് പറയുന്നത് അവർ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് തരാൻ ഒക്കത്തുള്ളൂ. അതുപോലെ യൂറിയ പോലുള്ള നൈട്രജൻ ഘടകമുള്ള സാധനങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതുകൊണ്ട് യൂറിയ പോലുള്ള അതായത് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഈ വളങ്ങളെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. നൈട്രജൻ ഇല്ലാതെ നമുക്ക് ഉൽപ്പാദനം നടക്കത്തില്ല. ആ നൈട്രജൻ വളങ്ങൾ യൂറിയ കിട്ടണമെങ്കിൽ തന്നെ നമ്മളെന്ന് പറയുന്നത് ഒരാൾക്ക് യൂറിയ എടുക്കണമെങ്കിൽ ഇപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ നമ്മൾ എടുത്താൽ മാത്രമേ യൂറിയ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകത്തുള്ളൂ. അത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടായി. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന താങ്ങുവില സമ്പ്രദായത്തിൽ എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ലഭിക്കണമെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച താങ്ങുവില എന്ന് പറയാൻ 5 രൂപ 50 പൈസയുടെ വ്യത്യാസമായിട്ട് ഇപ്പോഴും കിട്ടുന്ന 28 രൂപ 20 പൈസ മാത്രമാണ്. അത് വർദ്ധിപ്പിച്ച് നമ്മൾ താങ്ങുവില സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച താങ്ങുവില അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 34 രൂപ 50 പൈസയെങ്കിലും ഞങ്ങൾക്ക് ഈ നെല്ലിന് 1 കിൻഡൽ ലഭിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ സിവിൽ സപ്ലൈസ് നെല്ല് എടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 720 രൂപയ്ക്ക് ആദ്യം എടുക്കാൻ തുടങ്ങിയ അന്ന് പ്രഖ്യാപിച്ച 12 രൂപയാണ് നമ്മൾ ഹാൻഡിൽ ചാർജ് എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത്. ഇപ്പോൾ കർഷകനെന്ന് പറയാം 1 കിൻഡൽ നെല്ല് കൊടുക്കണമെങ്കിൽ ഒരു 320 രൂപ ആവും. ആ പകുതി വിലയെങ്കിലും അതാ 320 രൂപ ഒരു കിൻഡലിന് ഞങ്ങൾക്കെന്ന് പറയാം ഹാൻഡിൽ ചാർജ് ആകുന്നതിന് 160 രൂപയെങ്കിലും ലഭിച്ചു തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുട്ടനാട്ടിലെ ഈ കാർഷിക പ്രശ്നത്തെപ്പറ്റി പറയുമ്പോൾ
വെള്ളപ്പൊക്കത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമാണ്. അപ്പോൾ ഈ കാർഷിക വിഷയങ്ങൾ ഞാൻ നേരിട്ട് ആ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ പാടശേഖരത്തിൻ്റെ ഇതുമല്ല. ഞാൻ ആദ്യം പേര് പറഞ്ഞു, എൻ്റെ പേര് ചാക്കപ്പൻ ആൻ്റണി എന്നാണ്. ഞാൻ ഐവേലിക്കാട് ദേവസംരംഭം പാടശേഖരത്തിലെ കൃഷിക്കാരനാണ്, അവിടുത്തെ പ്രസിഡൻറ്റുമാണ്. മറ്റ് ചില കാർഷിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ ലോകത്ത് ഒരു സ്ഥലത്തും തൻ്റെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ പറ്റാത്ത ആൾക്കാർ കർഷക വിഭാഗം മാത്രമാണ്. കുട്ടനാട്ടിലെ കർഷകൻ്റെ നെല്ലിന് വില നിശ്ചയിക്കുന്നത് ആരാണ്? നമുക്കറിയാം, നമ്മൾ മറ്റുള്ള ഏത് മേഖലയിൽ കടന്നു ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ ഉൽപ്പാദകനാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഒരു നാടൻ രീതി നമുക്കെല്ലാം പരിചയമുള്ള ഒരു എക്സാമ്പിൾ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി ഒരു കട്ട്ലേറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുക. ഒരിടത്ത് 12 രൂപയ്ക്ക് കിട്ടും, ഒരിടത്ത് 14, 16, 18. ഒരു ബർഗർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 120, 60, 80 ഈ രീതിയിൽ പോവും. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഈ കർഷകർക്ക് മാത്രമാണ് തങ്ങളുടെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത്. അങ്ങനെ നിശ്ചയിക്കാത്തുള്ള കാലം ഇത് കൂടുതൽ ദൂരം മുന്നോട്ട് പോവുകയില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് അതിന് നിയമപരിരക്ഷയില്ല. സർക്കാരിൻ്റെ യാതൊരു പിൻവലവും നിയമനിർമ്മാണവുമില്ല. ഒരു പരസ്പര ധാരണയുടെ പേരിൽ മാത്രം നൽകുന്നതാണ്. അതുകൊണ്ടാണ് സർക്കാരിന് ഇത്ര ധാർഷ്ട്യം. അതായത് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷമായിട്ട് തന്നുകൊണ്ടിരുന്ന വിഹിതം, അതായത് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്ന ചിലപ്പോൾ ഒരു പ്രാവശ്യം ₹1.79 അല്ലെങ്കിൽ 71 പൈസ, കഴിഞ്ഞ വർഷം 69 പൈസ കിലോയ്ക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അവർ സംസ്ഥാന ഗവൺമെൻറ് തന്നുകൊണ്ടിരുന്നത് അവർ പിടിച്ചു വാങ്ങുകയാണ്. ശരിക്കും അവർ പിടിച്ചു പറയുകയാണ്. ഈ കേരളത്തിൽ വേറെ ഏതെങ്കിലും ജനവിഭാഗങ്ങൾ ഇത്രയും ധാർഷ്ട്യത്തിൽ പെരുമാറാനായിട്ട് സാധിക്കുമോ സർക്കാരിനെ? ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സറണ്ടർ ചെയ്താലും നിങ്ങൾ നെല്ല് ഉൽപ്പാദിപ്പിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിലുള്ള ധാർഷ്ട്യവും ധിക്കാരവുമാണ് സർക്കാർ കർഷകരോട് പെരുമാറുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യപ്രാപ്തിയുടെ കിട്ടിയ സമയത്ത് 53% നമ്മുടെ GDPയുടെ 53% ഈ കൃഷിയുടെ കോൺട്രിബ്യൂഷനായിരുന്നു. ഇപ്പോൾ അത് വെറും 12% മാറിയിരിക്കുകയാണ്. 72-74 കാലഘട്ടങ്ങളിൽ 8 ലക്ഷം ഹെക്ടർ കൃഷി ഉണ്ടായിരുന്ന നെൽകൃഷി ഇപ്പോൾ 1.95 2 ലക്ഷം ഹെക്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന് ആവശ്യമായ അന്ന് ഏതാണ്ട് 13.96 ലാഖ് ടണ്ണ് ഉൽപ്പാദനം ഉണ്ടായിരുന്നത് ഇപ്പോൾ 5.36 ലക്ഷം ടണ്ണിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് കുട്ടനാട്ടിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ വലിയ തിരിച്ചടിയുണ്ട്. കർഷകർ മറ്റു മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പൂർണ്ണമായ ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് കർഷകർ തങ്ങളുടെ മക്കളെ മറ്റുള്ള മേഖലയിലേക്കും കൂടെ തിരിച്ചുവിടുകയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷിയോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ആ പരിഭവം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാനുള്ള അധ്വാനത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ജീവിക്കണമെങ്കിൽ വേറെ തൊഴിലൂടെ നേടണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ MSP നിശ്ചയിക്കുന്നതിനകത്ത് കാലോചിതമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിന് ആനുപാതികമായിട്ട് വേണം നെല്ലിന് വില നിശ്ചയിക്കാനായിട്ട്. അങ്ങനത്തെ സംഗതിയില്ല. ഔദാര്യം പോലെ വല്ലപ്പോഴും പ്രഖ്യാപിക്കും, കിട്ടിയെങ്കിലായി കിട്ടിയില്ലെങ്കിലായി. ഇന്ന് കർഷകനെ ഒരു ഇരുട്ടടി പോലെ, കർഷകനെ ഒരു ശരിക്കും ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് സർക്കാർ കാണുന്നത്. കാരണം ഇന്നത്തെ ഒരു 2 ദിവസം മുമ്പുള്ള ഉത്തരവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പണം അനുവദിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് നെല്ലിൻ്റെ പണം തരാം. അതായത് നമ്മളുടെ ആളുടെ നിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടണേ ഞാൻ തരാം എന്നുള്ള നിലയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് ക്വാളിറ്റി ഉള്ള പാടി മാത്രമേ ഞങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ. അതിൻ്റെ സമ്മതിപത്രമാണ് അവർ ചോദിച്ചത് നമ്മൾ കൃഷിക്കാരോട്. ഒരു കോടതിയിൽ പോയാൽ നമുക്കതിനെ സാധൂകരിക്കാൻ പറ്റുകയില്ല, ഒരു അന്യായം ഫയൽ ചെയ്യാൻ പറ്റുകയില്ല. അത്ര ധാർഷ്ട്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടനാടൻ സ്വാമിനാഥൻ പാക്കേജ് ആദ്യം വന്നു, 1874 കോടി അനുവദിച്ചു, ഭാഗികമായിട്ടൊക്കെ ഉപയോഗിച്ചു, കാര്യമായ ഇതൊന്നും ഉണ്ടായില്ല. 18 വെള്ളപ്പൊക്കത്തിന് ശേഷം സർക്കാർ ഒരു ചെറിയ ഒരു പാക്കേജ് കൊണ്ടുവന്നു, അതും കാര്യമായിട്ട് വന്നില്ല. മൂന്നാമത് 1919-20 ഒരു സമഗ്രമായ ഒരു പാക്കേജ് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. 2114 കോടിയാണ് നടങ്കൽ തുക. അത് നടപ്പിലാക്കിയാൽ കുട്ടനാട്ടിലെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതിനിപ്പോൾ നമുക്ക് വേണ്ട ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. കാർഷിക മേഖലയുടെ പ്രശ്നം എന്താണ്, വെള്ളപ്പൊക്കം എന്താണ്, അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എല്ലാവർക്കും ബൈഹട്ടാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ 2000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായി കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ ബഹുഭൂരിപക്ഷവും പരിഹരിക്കാൻ സാധിക്കും. കാർഷിക മേഖലയിലെയും വെള്ളപ്പൊക്ക രംഗത്തുള്ളത്. അതായത് ഈ തോട്ടപ്പള്ളി സ്പില്ല് 1955 കമ്മീഷൻ ചെയ്തപ്പോൾ 19,500 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അത് വെള്ളം പുറത്തേക്ക് തള്ളുന്നത്. ഇപ്പോൾ അത് കമ്മീഷൻ ചെയ്തപ്പോൾ ഒരു 600 ക്യൂബിക് മീറ്ററേ ഉള്ളൂ.
അതിൻ്റെ ആ പൂർണ്ണമായ ശേഷി വീണ്ടെടുക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ 50 വർഷമായിട്ട് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആയാലും ഒരു മാറ്റവും നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു കൺവെൻഷണൽ രീതിയിൽ റിപ്പയറിങ് കാര്യങ്ങൾ ചെയ്ത് പോവുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. ഗവൺമെൻറ് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ നെല്ലിന് ഉൽപ്പാദന ചെലവമായിട്ടുള്ള ഒരു വില ലഭിക്കുകയും പ്രൊഡക്ഷൻ ബോണസ് സർക്കാർ ചെയ്താൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. കാരണം സമയം വളരെ പരിമിതമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ എല്ലാവരും വീണ്ടും വീണ്ടും ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ മറ്റുള്ള കൃഷിക്കാരോട് ആവശ്യപ്പെടുകയാണ്. സാറേ, കുട്ടനാട്ടിലെ പ്രശ്നം ഒരു മേഖലയിൽ ഒരു പാടത്തിൻ്റെ പ്രശ്നമല്ല. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം എവിടെ നിന്നുണ്ടാകും, അത് കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും, ഈ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. സ്വാമിനാഥൻ റിപ്പോർട്ട് അനുസരിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി 1840 ഞാൻ അറിയാം, അദ്ദേഹം 70 പറഞ്ഞു, എന്ത് വേണേലും ആയിക്കോട്ടെ, 1800 മേളിലുണ്ട്. ആ തുകയുടെ 1/3 മാത്രമേ ഇവിടെ ചിലവാക്കിയുള്ളൂ. ബാക്കി ലാപ്സായി പോവുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യേണ്ടവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, അതായത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് അടിക്കടി വെള്ളപ്പൊക്കം ഉണ്ടാകുക. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഡാമുകൾ നിറയുന്നു. ആ വെള്ളം ഒഴുകി കടലിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല. തോടുകളും ആറുകളും എല്ലാം. അപ്പം ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുകയാണ്. അപ്പം ഞാനൊരു 17 കാര്യങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗം വേണ്ട എന്ന് വിചാരിച്ച് പറയുകയാണ്. ഒന്ന്, കുട്ടനാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു IAS ഉദ്യോഗസ്ഥൻ, കുട്ടനാടിനോട് കൂറുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി ഒരു കുട്ടനാട് വികസന അതോറിറ്റി രൂപീകരിക്കണം. അതിനൊരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത്, ഒരു ചെറുപ്പക്കാരനായിരുന്നു VJ കുര്യൻ സാറ്, ആലപ്പുഴ കലക്ടറായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എയർപോർട്ട് ഉണ്ടായി. ലോക പ്രസിദ്ധമായ എയർപോർട്ടായിട്ട് മാറി. ഇതുണ്ട്. അതുപോലുള്ള നല്ല ആളുകളെ കുട്ടനാട്ടിൽ വന്ന് ഇതിന് നേതൃത്വം ഏറ്റെടുക്കണം. അതിനുള്ള ഗുണം. പിന്നെ ഇൻഷുറൻസ് അപാകത, കൃഷിനാശം, ഏത് കൃഷി നശിച്ചാലും ഇൻഷുറൻസിൻ്റെ അപാകത ഇവിടെ പ്രത്യേകിച്ച് നെൽകൃഷിയാണ്. ഞങ്ങളുടെ കൃഷി ഒരു പാടത്താണ് നഷ്ടം വരുന്നെങ്കിൽ ആ പാടത്തെ, അല്ല റോഡിലൊരു അപകടം ഉണ്ടായാൽ ആ റോഡിലെ അപകടം ഉണ്ടാവിന് കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ പാടത്താണ് അത് ഉണ്ടായതെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടണം. ഇപ്പോൾ കിട്ടുന്ന ആ വ്യവസ്ഥയില്ല. അതിൻ്റെ അപാകതകൾ നീക്കണം എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. പിന്നെ ഡാമുകൾ, നദികൾ, തോടുകൾ, കായൽ എന്നിവയിൽ നിന്നുള്ള എക്കലും മണ്ണും യുദ്ധകാല അടിസ്ഥാനത്തിൽ മാറ്റണം. അതിനുള്ള സംവിധാനം സർക്കാർ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ടെൻഡർ കൊടുത്താൽ മതി, ഈ സാധനമൊക്കെ ഓരോരുത്തർ വാരിക്കൊണ്ട് പോകും. പിന്നെ പാടശേഖരങ്ങൾ, ഡാമുകളുടെ ആഴം വർദ്ധിപ്പിക്കണം. ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡാമുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് വാരിയിട്ടാൽ അതിൻ്റെ അകത്ത് പകുതി മണ്ണ് കാണണമെങ്കിൽ ബാക്കി വെള്ളം കൊണ്ടുവടിച്ചു കഴിഞ്ഞാൽ അത്രയും വെള്ളമേ അതിനകത്ത് കൊള്ളത്തുള്ളൂ. അപ്പോൾ ആ ഡാമുകളിലെ മണ്ണ് മാറ്റേണ്ടത് ഒരു അടിയന്തര കാര്യമാണ്. അപ്പോൾ കുറേ വെള്ളം അവിടെ കൊള്ളുവാൻ സാധിക്കും. അപ്പോൾ അത് ബാക്കി ഒഴുക്കി വിടുമ്പോൾ അത് കടലിലോട്ട് പോകാനുള്ള മാർഗ്ഗമൊക്കെ ചെയ്യും. അപ്പം ഡാമിൻ്റെ ആഴം വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ. പാടശേഖരനെ പുറംബണ്ട്, ഇവിടെ ഒരു വലിയ പ്രശ്നം, ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനം വന്നു വെള്ളപ്പൊക്കം പോകുന്നു. താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് 18-ലെ വെള്ളമാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അതുപോലെ പൊക്കത്തിൽ ഒരു 6 മീറ്റർ വീതിയിൽ 45 ഡിഗ്രി ചെരിവിൽ ഈ പാടശേഖരത്തിൽ ബണ്ടുണ്ടാകണം. അപ്പോൾ അതിനുള്ള ചെളി എന്ന് പറയുന്നത് പാടശേഖരത്തിൻ്റെ ഒരു ലെവലിൽ നിന്ന് എടുക്കുകയും ഈ പറയുന്ന കായലുകളിൽ നിന്നും അല്ലെങ്കിൽ തോടുകളിൽ നിന്നും ഒക്കെ വരുന്ന രീതിയിൽ ബാക്കി പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിൽ ബണ്ടുകൾ എന്ന് പറഞ്ഞാൽ ചിറകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാലുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചാൽ, സാധാരണപ്പെട്ട പാവപ്പെട്ടവനെ ഈ വെള്ളം വന്നാൽ അവനെ ബാധിക്കത്തില്ല. ഇപ്പം 4 വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ലാത്ത കാരണം ഇവരുടെ എല്ലാം വീടുകളിൽ വെള്ളമാണ്, വഴികളിൽ വെള്ളമാണ്. അപ്പോൾ അത് ആ വെള്ളം അവർക്കൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പം ചെറിയ ദുർബലമായ പാടങ്ങൾ, ബണ്ട് ശരിയല്ലാത്ത പാടത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അല്ലേ കൃഷി ചെയ്താൽ തന്നെ അത് മടവീണ് പോകുന്നു. ഇങ്ങനെയുള്ള പല അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഉള്ള കാര്യങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞ് 6 മീറ്റർ പറഞ്ഞു. പിന്നെ പാടശേഖരങ്ങളെ പുറമെന്ന് പറഞ്ഞു. പിന്നെ പാടശേഖരങ്ങളിലെ സ്ഥിരമായ വൈദ്യുതി കണക്ഷൻ വേണം. ഇപ്പോഴത്തെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ, പാടശേഖരം ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഓഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ഇടപാട് പോരാ. അവിടെ കല്ല് കെട്ടി ഷീറ്റിട്ട് സ്ഥിരം കണക്ഷൻ വേണം. തുടർന്ന് കൃഷി ചെയ്യത്തക്ക സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. വെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകണം. അതിൻ്റെ തടസ്സങ്ങൾ നീക്കണമെന്ന് പറയുമ്പോൾ ഈ പായലും ചണ്ടിയും ഒക്കെ എടുത്ത് മാറ്റിക്കളയണം, ആഴം വർദ്ധിപ്പിക്കണം. തുടർന്ന് അവിടെ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരും പഞ്ചായത്തും ഈ പാടശേഖര സമിതിയും എല്ലാം കൂടെ ചേർന്നൊരു സംവിധാനം ഉണ്ടാക്കി മീറ്റർ കണക്കിന് അല്ലെങ്കിൽ ഏരിയ കണക്കിന് അവിടെ പോള ഉണ്ടാകരുതെന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. ആ രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകണമെന്നുണ്ട്. വെള്ളം ഒഴുകി പോകുന്നതിന് ഞാൻ ഈ പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്തുക, പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. AC കനാൽ തുറക്കണം. ആദ്യം അതിൻ്റെ രൂപം കൊടുത്തപ്പോഴേ അത് തുറക്കണമെന്ന് തന്നെ പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും ഒന്നും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും തുടങ്ങണം. അത് നിസ്സാരമല്ല. ഒരു പാരലൽ റോഡ് ഉണ്ടാകണം. ഇവിടെ നിന്ന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന പാലങ്ങൾ ഉണ്ടാകണം. അതിനൊക്കെ കോടിക്കണക്കിന് രൂപ വരും.
അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൻ്റെ ഫണ്ട് എവിടെ നിന്ന് അനുവദിക്കും എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പരിധി കൂടുതൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതും കൂടെ നമ്മൾ തിരിക്കുന്നത്. പിന്നെ നെല്ലിൻ്റെ താങ്ങുവിലയെക്കുറിച്ചാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്ങുവില എന്നുള്ള ഒരു ഇത് പറയുമ്പോൾ 42 രൂപയെങ്കിലും ഒരു കിലോ നെല്ലിന് കിട്ടണം. ഇന്ന് കിട്ടുന്നത് 28 രൂപ 10 പൈസ 15 പൈസയും ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റേണ്ടതുണ്ട്. അതാണ് മറ്റൊരു വരുന്നത്. പിന്നെ കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ലെടുക്കണം, അതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൈസ കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുടുംബങ്ങൾക്ക് അതായത് കൃഷിക്കാർക്ക് കുറഞ്ഞ പലിശയ്ക്ക് അവൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള പലിശയ്ക്ക് വായ്പ കിട്ടണം. ഉദാഹരണം 4% എങ്കിലും കിട്ടണമെന്നാണ്. ഇപ്പം പിന്നെ തോട്ടപ്പള്ളി തണ്ണീർമുക്കം ഷട്ടറുകളെ ഈ വെള്ളം ചിലപ്പം പൊങ്ങി ഇങ്ങോട്ട് വരിക, മഴ പെയ്ത് വന്നാലും ഇത് തുറക്കാതിരുമ്പോൾ ഇവിടെ വെള്ളം ഉയരുകയും പാടങ്ങൾ മടവുകയും ചെയ്യും. അത് 24 മണിക്കൂറും അവിടെ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായിരിക്കണം. അതനുസരിച്ച് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ മോട്ടർ വെച്ചാണ് പാടത്തിലെ വെള്ളം പറ്റിക്കുന്നത്. അപ്പം അത് പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വിശാലമായി ഈ കുട്ടനാട്ടിലെ വെള്ളം ഇങ്ങനെ അമിതമായി വരുമ്പോൾ എന്തുകൊണ്ട് ഇത് കടലിലേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞുകൂടാ എന്ന് ഞങ്ങൾ അതിൻ്റെ വിദഗ്ധന്മാർ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെലവിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. ഭീമമായ ചെലവാ, കറണ്ട് വേണം, മറ്റു കലകരയുണ്ട്. ഏതായാലും ഈ വെള്ളം പമ്പ് ചെയ്ത് കടലണം. അവിടെ വേലിയേറ്റം ഉണ്ടാകും, ഇവിടുന്ന് വെള്ളം ഒഴുകി പോകാത്ത ഒരു അവസ്ഥവിശേഷം ഉണ്ടാകും. അത് പരിഹരിക്കാനാണ് ഇത് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഓളണ്ടാണ് ഞങ്ങൾ അത് മാതൃകയായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ പമ്പിങ് ചെലവ് സർക്കാർ പൂർണ്ണമായി അത് വഹിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കൊയ്ത്തന്ത്രങ്ങളും മറ്റും പാടശേഖരം തമ്മിൽ കയറ്റി ഇറക്കുന്നതിൻ്റെ പാലങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ പൊതുവായ ഒരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് ആമുഖമായിട്ട്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് മുഖ്യമന്ത്രിയൊക്കെ പുറത്തു പോയായിരുന്നു ഈ റൂം ഫോർ റിവർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഇവിടെ റിവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ വർഗീസ് സാറിലേക്ക് വരികയാണ്. നേരത്തെ നമുക്കൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രതികരണം കിട്ടിയിരുന്നു. അതായത് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മനോഭാവം ഉണ്ട്. അതായത് കുട്ടനാടുകാർ നെൽകൃഷി ചെയ്തില്ലെങ്കിലും നാടൻ ഭാഷയും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവം? കാരണം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നെല്ലിൻ്റെ താങ്ങുവില, വിത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പം സർക്കാരിന് ശരിക്കും കുട്ടനാടുകാരെ വേണ്ടേ? എന്താണ് സംഭവിക്കുന്നത്? അത് സജി ചെറിയാൻ്റെ ഒരു അഭിപ്രായ പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് കേരള സമൂഹം വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ അതിനൊക്കെ മാറ്റിവെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാർഷിക മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കാതെ കേരളത്തിന് നിലനിൽപ്പില്ല. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ബഹുമാനപ്പെട്ട 3 അംഗങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് നമുക്കതിനോട് യോജിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനോടൊപ്പം എനിക്ക് ചേർത്ത് രണ്ടു കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ കുട്ടനാടിനെ ഒന്നായിട്ട് കാണണം. കുട്ടനാടെന്ന് പറയുന്നത് 3 ജില്ലകളിലായി 13 നിയോജകമണ്ഡലങ്ങളിലായി കിടക്കുന്ന വലിയൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ ആ ഭൂപ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ AC റോഡിലെ ഒരു സമരം കൊണ്ട് മാത്രം കേരളത്തിൽ ശ്രദ്ധ ആക്കാൻ പറ്റില്ല. അപ്പോൾ കേരളവും ദേശീയ തലത്തിലും നമുക്ക് ശ്രദ്ധ വേണമെങ്കിൽ കുട്ടനാട് ഒന്നായി നിന്ന്, അഖില കുട്ടനാട് എന്നുള്ള പ്രദേശം ഒന്നായിട്ട് നിന്ന് ആ ശബ്ദമുയർത്തണം. രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കുട്ടനാടൻ ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അഗ്നിപർവ്വതം പൊട്ടും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മളീ പറയുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. കുട്ടനാടിനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ആഗോള താപനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വൻകിട വികസിത രാജ്യങ്ങളുടെ അവർ പുറപ്പെടുവിക്കുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ, അതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, എല്ലാ വർഷവും കടലിലെ വെള്ളത്തിൻ്റെ നിരക്ക് ഉയരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധ്രുവങ്ങളിലുള്ള ഐസ് കട്ടകൾ അല്ലെങ്കിൽ പാളികൾ അത് ഉരുകിയാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. നമുക്കറിയാം, ലോകത്ത് ആകെയുള്ള വെള്ളത്തിൻ്റെ അളവ് കോൺസ്റ്റൻ്റാണ്, സ്ഥിരമാണ്. വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കത്തില്ല, വെള്ളത്തിൻ്റെ അളവ് കുറയത്തുമില്ല. പക്ഷേ രൂപാന്തരം വ്യത്യാസം വരും. ചിലപ്പോൾ ഐസായിട്ടിരിക്കും, ചിലപ്പോൾ നീരാവിയായിട്ടിരിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇത് ഇതൊരു തുടർച്ചയായി മാറിയാൽ 2050 2060 ആകുമ്പോഴേക്കും നമുക്ക് ഈ കടലിലേക്ക് ഈ സ്വാഭാവിക മാർഗത്തിലൂടെ വെള്ളം കടത്തിവിടാൻ പറ്റാതെ വരും. മാത്രമല്ല,
നമുക്ക് നമ്മുടെ ഇവിടെ ഒക്കെ മുങ്ങിപ്പോവും. ഒരു നല്ല പങ്ക് പ്രദേശങ്ങൾ മുങ്ങിപ്പോവും. അത് കാണാതെ നമ്മൾ വെറും ഉപരിപ്ലവമായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അതാണ് എനിക്ക് അഭിമുഖമായിട്ട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു അതോറിറ്റി വേണം എന്ന് പറയുകയുണ്ടായി. അത് നമ്മൾ പറയുന്ന വലിയൊരു ആശയമാണ്. അത് അത്യാവശ്യമാണ്. കാരണം കുട്ടനാടിനെ മൊത്തത്തിൽ കാണാനും ഇവിടുത്തെ വെള്ളപ്പൊക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ആഗോളതാപനം ഉൾപ്പെടെ വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാകും. അപ്പം വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനാണെങ്കിലും ഇതിനെല്ലാം ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാകാതെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അതിനൊന്നും വിലപ്പോവില്ല. നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ അതിനൊരു ഏജൻസി വേണം. അപ്പോൾ ആഗോളതാപനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അണക്കെട്ടുകൾ ബഹുമാനപ്പെട്ട ചില ആളുകളുടെ ഇഷ്ടാനുസരണം തുറന്നു വിട്ടത്, അനവസരത്തിൽ തുറന്നു വിട്ടത്, പിന്നെ നദികളിൽ കൂടെ വരുന്ന വെള്ളം, പിന്നെ ആഗോളതാപനത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ് മേഘവിസ്ഫോടനവും. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മേഘവിസ്ഫോടനം നമ്മൾ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ വളരെ ഗുരുതരമായ ഉരുൾപൊട്ടലിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനം നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട്. പിന്നീട് നമുക്ക് അനിവാര്യമായിട്ട് വരുന്ന ഒരു കാര്യം, ഫണ്ടിനെക്കുറിച്ച് ഇവിടെ സീറ്റ് തന്നെയാണ് പറഞ്ഞത്. ഫണ്ട് നമുക്ക് പ്രശ്നമല്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം നമ്മുടെ ഈ പ്രദേശം എന്താണ്? നമ്മൾ ഈ റംസാർ സൈറ്റാണ്. എന്ന് വെച്ചാൽ ലോകത്ത് സംരക്ഷിക്കപ്പെടേണ്ട തടാകങ്ങളിൽ ഒന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തടാകമാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ ഒരറ്റത്ത് പ്രകൃതി നമുക്ക് കൊണ്ടുതന്ന മണ്ണ് ഉപയോഗിച്ച് കുറേ കൂനകളുണ്ടായി. ആ കൂനകളിലേക്ക് ആളുകൾ വന്ന് താമസിച്ചു. ഇങ്ങനെയൊക്കെയാണ് കുട്ടനാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. അപ്പം ആ റംസാർ സൈറ്റ് എന്നുള്ള നിലയിലുള്ള ഒരു ആനുകൂല്യത്തിനും നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം എന്താ കിട്ടാത്തത്? നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഒരു കേന്ദ്രീകൃത ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സഹായം നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ആഗോളതാപനത്തിൽ തന്നെ നിയന്ത്രിക്കാനുള്ള മെഷേഴ്സ് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്ലൂ കാർബണിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ സാന്നിധ്യം. ഇപ്പം നമ്മുടെ നാട്ടിലെ കുട്ടനാട്ടിലെ എക്കൽ അത് മരങ്ങളും മറ്റും വലിച്ചെടുക്കുന്നതിനേക്കാൾ 5 ഇരട്ടി അളവിൽ ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും, അല്ലെങ്കിൽ ഹരിതവാതകങ്ങൾ വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. ഇപ്പോൾ കാർബൺ ഫണ്ടിൻ്റെ ദുർവിനിയോഗമൊക്കെ നമുക്കറിയാം. മലയോര മേഖലയിലൊക്കെ കാർബൺ ഫണ്ട് വാങ്ങിക്കൊണ്ട് അവിടുത്തെ മനുഷ്യനെ ഇറക്കി വിടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പോസിറ്റീവായി നമ്മളതിനെ ശ്രമിക്കുമ്പോൾ കാർബൺ ഫണ്ട് നമുക്കൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതൊരു കാര്യം. 2, പൈതൃക കേന്ദ്രമാണ്. ലോകത്തെ വളരെ ഏറെ പ്രശസ്തമായ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. ആ നിലയിലും UN ആണ് അംഗീകരിച്ചിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ അല്ല. പക്ഷേ നമുക്ക് ഹെൽപ്പ് കിട്ടും. പക്ഷേ അതിനുവേണ്ടി നീങ്ങാൻ ശബ്ദിക്കാൻ നമുക്ക് ആളുകളില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഫണ്ട് നമുക്കൊരു പ്രശ്നമല്ല. പിന്നെ അനുബന്ധമായിട്ട് ഒന്നുകൂടെ പറയാം, കാർഷിക മേഖലയിൽ അനുവദിക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇന്ത്യ ഗവൺമെൻറ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തേക്ക് കേരളത്തിന് മാത്രം 1340 കോടി രൂപ നമുക്ക് അവൈലബിളാണ്. ഫലത്തിൽ 4% പലിശയ്ക്ക് കിട്ടും. അതിൻ്റെ 40 വ്യക്തികളാണ് എടുക്കുന്നതെങ്കിൽ 40% മുതൽ 80% വരെ പദ്ധതിയുടെ നേച്ചർ അനുസരിച്ച് അതിന് സബ്സിഡി കിട്ടും. പക്ഷേ അപേക്ഷകർ വളരെ കുറവാണ്. ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് നോക്കിയിട്ട് ഈ കോൺട്രാക്ടർമാർക്ക് ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ ഈ ലൈനിലേക്ക് കാർഷിക സംരംഭങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓടിച്ചിട്ട് പിടിച്ചാൽ പോലും നമ്മുടെ ആൾക്കാർക്ക് അതിന് ഒരു വലിയ മടിയാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് മടിയാണ്. ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നമ്മുടെ കാരണവന്മാരെ പെട്ടെന്ന് ഓർക്കണം. കുട്ടനാട്ടിലേക്ക്, കേരളത്തിലെ ഏറ്റവും പ്രാഥമികമായ കുടിയേറ്റ മേഖലയാണ് കുട്ടനാട്. ഈ കുട്ടനാട്ടിലേക്ക് ഏതായാലും സെൻറ്റ് തോമസിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിനടുത്ത് വന്നുകൊണ്ടല്ലേ ചമ്പക്കുളം പള്ളി 400 വർഷം കഴിഞ്ഞ് പണിത്. അപ്പോൾ ചമ്പക്കുളത്തിൻ്റെ അതിനു മുൻപ് നടത്ത പള്ളി. അപ്പോൾ ഈ പാരമ്പര്യം കുട്ടനാട്ടിലുണ്ട്. പുളുങ്ങുന്നും എല്ലാം കാർഷിക മേഖലയാണ്. കഴിഞ്ഞ 200 വർഷത്തിനിടയിലാണ് ഏറ്റവും വലിയ കുടിയേറ്റം ഉണ്ടായത്. അപ്പോൾ ആ കുടിയേറ്റ കർഷകരുടെ ആർജവം
നമ്മുടെ കുട്ടനാടൻ കർഷകർ, കുട്ടനാട്ടിലെ ആളുകൾ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ഈ സംരംഭങ്ങളൊക്കെ ഉണ്ടാകും. ഫണ്ട് പ്രശ്നമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടൊന്ന് ചോദിക്കാനായിട്ട്, നമുക്കിപ്പം സാറ് പറഞ്ഞ പോലെ ഫണ്ട് പ്രശ്നമല്ല, പക്ഷെ നമ്മളിപ്പോൾ ഈ ഡാമിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. നമുക്ക് ഈ ഫണ്ടിൻ്റെ ഡാം കുട്ടനാട്ടിലേക്ക് തുറന്നു വിടുന്നുണ്ട്, പക്ഷെ അത് കുട്ടനാട്ടിൽ എത്തുന്നില്ല. അത് എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടോ, അതങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അത് പൂർണ്ണ അർത്ഥത്തിൽ ഇത് കുട്ടനാട്ടിലേക്ക് എത്താതെ പോകും. നമുക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് അവർ പ്രഖ്യാപിച്ച പാക്കേജ് ഉണ്ട്, ഒന്നാം കുട്ടനാട് പാക്കേജ് ഉണ്ട്, രണ്ടാം കുട്ടനാട് പാക്കേജിന് 2018-ലും 2019-ലും പ്രഖ്യാപിച്ച എമൗണ്ട് ഉണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണ അർത്ഥത്തിൽ എന്തുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കും. കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നത് നമ്മളത് എം എസ് സ്വാമിനാഥൻ സാറിനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, അതൊരു കാർഷിക പാക്കേജാണ്. അപ്പോൾ കാർഷിക വൃത്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ കറക്റ്റാണ്. പക്ഷേ അവിടെ ഒരു എൻജിനീയറിംഗ് സാന്നിധ്യം ഇല്ല. നമ്മുടെ പ്രോജക്റ്റുകളെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു എൻജിനീയറിംഗ് സാന്നിധ്യം നമുക്കില്ല. കിഴക്കുന്ന് എത്ര വെള്ളം വരുന്നു, ഓരോ നദിയിലും കൂടെ എത്ര വെള്ളം വരുന്നു, അത് ഡാം തുറന്നു വിടുമ്പോൾ അത് എന്തുമാത്രം അധികരിക്കും, മേഘവിസ്ഫോടനം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു മാത്രം, ഇതൊന്നും കണക്കൂട്ടാൻ നമുക്ക് സംവിധാനങ്ങളില്ല. അതൊന്നും കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമല്ല. കുട്ടനാട്, ഞാനത് ചെറുതാക്കി പറയല്ല, കുട്ടനാട് പാക്കേജ് എത്ര നടപ്പിലാക്കിയാലും ഈ പറയുന്ന കുട്ടനാട് രക്ഷപ്പെടത്തില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് സാധീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊരു നമുക്കൊരു മായാലോകത്തിൽപ്പെട്ട് അത് തെളിയിക്കാം. ഞാനത് എത്ര മണിക്കൂറെന്നാ പറയാം. കുട്ടനാട് നടന്ന കാര്യം പറയട്ടെ. കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കല്ലുകെട്ട് എന്താ നടന്ന കഴിഞ്ഞ ഒന്നാം കുട്ടനാട് പാക്കേജിൽ എന്തൊക്കെ നടന്നു? ഞങ്ങളതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് കല്ല് കെട്ടിയതിൻ്റെ. പക്ഷേ കല്ല് വേണ്ട പോലെ കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇവിടെ കല്ലുകെട്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആറിൻ്റെ ഏറ്റവും താഴെ ആഴം കണക്കാക്കണം. ആറിൻ്റെ ആഴം കണക്കാക്കിയിട്ട് ഏറ്റവും ആഴം നടുക്കല്ലേ, ആ ലെവലിൽ ഈ സൈഡ് താത്ത് പ്രൊഫൈലൊക്കെ വെച്ച് വെള്ളം വെച്ച് കല്ല് കിട്ടിയെങ്കിൽ മാത്രമേ കല്ല് അവിടെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ എത്ര കല്ലുകെട്ട് എത്ര ആൾ നിൽക്കുന്നുണ്ട്? ഞങ്ങളതുകൊണ്ട് ഇതുണ്ടാകും. അതുപോലെ ഒന്നാം പാക്കേജിൽ എന്തൊക്കെയാണ് ചെയ്തത്? പറഞ്ഞു. ഓക്കെ, ചേട്ടന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കും. ഞാൻ ജോസഫ് ചേക്കോടൻ, UDF കൺവീനറാണ് കുട്ടനാട്ടിലെ. ഈ പാക്കേജിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. കണ്ണമ്പള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. 1840 കോടി രൂപയാണ് പാക്കേജ് എമൗണ്ട്. അത് UPA സർക്കാർ രണ്ടാം UPA സർക്കാർ പ്രഖ്യാപിച്ച തുകയാണ് ഈ 1840 കോടി രൂപ. ആ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അത് രാഷ്ട്രീയമല്ല, ഞാൻ രാഷ്ട്രീയമായി പറയുകയല്ല. അന്ന് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ബഹുമാന്യനായ അന്തരിച്ചുപോയ ആദരണീയനായ നേതാവായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ സംഭവിച്ചത് 1840 കോടി രൂപ. പിന്നെ ഇവർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം, വർഗീസ് കണ്ണമണി. ഞങ്ങളെ പേഴ്സണലി അറിയാം, വ്യക്തിപരമായ വലിയ അടുപ്പമുള്ള ആളുകൾ. അദ്ദേഹം അതിനെ അങ്ങനെ വിമർശിച്ചതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. പിന്നെ പ്രിയപ്പെട്ട അച്ഛനും പറഞ്ഞു, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ് കുട്ടനാട്ടിലുണ്ട്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും സത്യമാണ്, പക്ഷേ അർത്ഥസത്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കുട്ടനാട് എന്ന് പറയുന്ന നാട് യഥാർത്ഥത്തിൽ വെള്ളമാണ് അതിൻ്റെ വിഭവം. കുട്ടനാടിൻ്റെ വിഭവം അടിസ്ഥാനപരമായി എല്ലാവരും മറന്നു പോകുന്ന ഒരു സത്യം. കുട്ടനാടിൻ്റെ വിഭവം എന്ന് പറയുന്നത് വെള്ളമാണ്. ജലത്താൽ കെട്ടപ്പെട്ട ഒരു ജലത്തിൻ്റെ ഭൂപ്രദേശം. അത് 75% കഴിഞ്ഞ മാതൃഭൂമി നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ ഈ അഭിപ്രായം ഉയർത്തുകയും അത് ശരിയാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് വരികയും ചെയ്തു. 75% കുട്ടനാട് എന്ന് പറയുന്ന ജലത്താൽ ചുറ്റപ്പെട്ട നാടാണ്. ഒരു ഐസൊലേറ്റഡ് ലാൻഡ്, ഒരു ഒറ്റപ്പെട്ട ജലത്താൽ ചുറ്റപ്പെട്ട നാട്. അപ്പോൾ ജലത്താൽ ചുറ്റപ്പെട്ട നാട്. നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം, ആങ്കർ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ഈ നാട്ടിൽ മാത്രമാണ് ജലം വറ്റിച്ചിട്ട് കൃഷി ചെയ്യുക. ലോകത്ത് ബാക്കി എല്ലാ സ്ഥലത്തും കൃഷിയിടത്തിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. വെള്ളം കിട്ടാതാണ് ആളുകൾ വിഷമിക്കുന്നത്. ഇവിടെ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. അല്ല, ഞാൻ സംസാരിച്ച് തീരട്ടെ. ഞാനൊന്നും പറയാം, സൊല്യൂഷൻ പറയാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ കാര്യം അടിസ്ഥാന കാര്യം പറഞ്ഞതിന് ശേഷം അല്ല, അത് ഇത് എനിക്ക് പറയണ്ടേ. നമുക്ക് എല്ലാവർക്കും നമുക്ക് എനിക്ക് ആ അഭിപ്രായം പറയണമല്ലോ. പറഞ്ഞോളൂ. നമുക്ക് ചുരുക്കി പറയാം. അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടേ. ചേട്ടൻ എന്താ അത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ഈ ജലത്താൽ ചുറ്റപ്പെട്ട നാടായതുകൊണ്ട് ഇത് ജലവിഭവങ്ങളുടെ നാടുകൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്വാഭാവികമായി വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ട് കൃഷി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വാട്ടർ മാനേജ്മെന്റ് ആണ് കുട്ടനാട്ടിലെ
അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ടത്. വാട്ടർ മാനേജ്മെൻറ്റ് ഉണ്ടാകണം. ഈ വാട്ടർ മാനേജ്മെൻറ്റ് കാലാകാലങ്ങളിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു വികസന അതോറിറ്റി എന്നൊക്കെ അതിനെക്കുറിച്ചൊരു സങ്കല്പത്തിലേക്ക് പോകുന്നു. വാട്ടർ മാനേജ്മെൻറ്റ്, ഇവിടെ വെള്ളം ശരിയായ രീതിയിൽ വിനിയോഗിക്കത്തക്ക വിധത്തിൽ ഉള്ള ക്രമീകരണം ഉണ്ടാകണം. അതിന് 2 വകുപ്പുകൾ ഇവിടെയുണ്ട്. ഒന്ന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റിലുമുണ്ട്. പക്ഷെ ഇതിന് മാനേജ് ചെയ്യുന്ന തരത്തിൽ ഈ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്യത്തക്ക വിധത്തിൽ ആ വകുപ്പിന് കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അതിന് വേണ്ട ഒരു ക്രമീകരണമാണ് കുട്ടനാട്ടിൽ ആദ്യം വേണ്ടത്. അപ്പോൾ അല്ലാതെ വെള്ളപ്പൊക്കം കുട്ടനാടിന് ഒരു ശാപമൊന്നുമല്ല. കുട്ടനാടിന് ഒരു 10-25 വർഷം മുമ്പ് വെള്ളപ്പൊക്കം ഒരു ശാപമേ ആയിരുന്നില്ല. കുട്ടനാട് വാഷ് ഔട്ട് ചെയ്തു പോകാൻ, കുട്ടനാട് ശുദ്ധീകരിച്ചു പോകാനൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത്, രാഷ്ട്രീയമായി കുട്ടനാട് ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ എപ്പോഴും പുറന്തള്ളപ്പെട്ടു പോകുന്നത്, ഇത് നിയമസഭയിൽ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ആരും ഈ അടുത്ത കാലങ്ങളിലൊന്നും കുട്ടനാടിനെ കുറിച്ച് സഭകളിലോ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലോ സംസാരിച്ചിട്ടില്ല. അത് സംസാരിക്കാനും ഈ പ്രശ്നങ്ങൾ പഠിച്ച് അവർ രാഷ്ട്രീയമായി ഈ കാര്യങ്ങളെ നേരിടാനും പറ്റാത്തടത്തോളം കാലം ഏത് സോഴ്സ്, ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ധാരാളം സോഴ്സ് തരും, പണം തരും. പക്ഷേ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കാൻ ഒരു പ്രാദേശികമായ ഒരു നിയമസഭയിൽ നിന്നൊരു സബ്ജക്റ്റ് കമ്മിറ്റി പുറപ്പെട്ടു പോയെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ് എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ സഭയിൽ ആരും തന്നെ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇത് പരിഹരിക്കാനുള്ള പൂർണ്ണമായ സംവിധാനങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ സെൻട്രൽ ഏജൻസികൾക്ക് പണം പറഞ്ഞതുപോലെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഓർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സംഭവിക്കുന്നില്ല. അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രധാനം ചെയ്യുന്ന ആളാണ്. വ്യക്തിപരമായിട്ട് വളരെ ആദരവുള്ള ആളാണ്. വല്ല വ്യക്തിപരമായിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 5 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിക്കുന്നതനുസരിച്ചുള്ള തുക പിടിച്ചു വെക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷയോടെ കാണുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൂടാ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പിടിച്ചെടുത്ത് ഞങ്ങൾ കർഷകർ തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൂടെ? എന്തുകൊണ്ടാണ് ആ ഒരു ധൈര്യം കാണിക്കാത്തത്? അതായത് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തുന്ന തുകയ്ക്ക് തുല്യമായ തുക കർഷകരിൽ നിന്നും പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ 28 രൂപ 20-30 പൈസ ഉള്ളത്. അല്ലെങ്കിൽ 33 രൂപ സംതിങ് കിട്ടേണ്ടതാണ്. ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രതിപക്ഷം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, അവരിപ്പോൾ പ്രഖ്യാപിക്കണം, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കർഷകരെ കൊള്ളയടിച്ച് ലൂട്ട് ചെയ്ത് മാറ്റിയ പണം ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നത് പ്രഖ്യാപിക്കട്ടെ. ഇച്ഛാശക്തി നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. കുട്ടനാട്ടിലെ ഈ റൂം ഫോർ റിവർ കമ്പാർട്ട്മെന്റലൈസേഷനൊക്കെ വൃഥാവിലാകുന്നത് നമ്മൾ ഈ സീസണിൽ കണ്ടു. കാരണം വേലിയേറ്റ സമയത്ത് വെള്ളപ്പൊക്കം വന്ന് ഇങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം പുറത്തേക്ക് ഒഴുകാതെ പോകുന്നത് നമ്മൾ നിസ്സഹരായിട്ട് ഒരു ശവം വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് മെക്കനൈസ്ഡ് ഡീവാട്ടറിങ്ങിൻ്റെ പ്രസക്തി. ആ സാധ്യതകൾ വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പഠിക്കണം. അതിനെക്കുറിച്ച് ബോംബെയിൽ ഒരു വ്യവസായി വന്നിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞു, എനിക്ക് എൻ്റെ വകുപ്പിന് അനുവദിക്കുന്ന തുകയിൽ നിന്ന് മാത്രമേ മാറ്റി വെക്കാനൊക്കെയുള്ളൂ, ചെറിയ തുക, ഇത് വലിയ ബൃഹത് പദ്ധതിയാണ്, നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം നമ്മുടെ ഈ ധാരണകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് റൂം ഫോർ റിവർ എന്നുള്ളൊരു കൺസെപ്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്ന മൂഴിയാർ അതുപോലെ തന്നെ കക്കി, പമ്പ അണക്കെട്ടുകളിൽ മണൽ വാരി അവിടെ വെള്ളം ശേഖരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിർത്താൻ പറ്റും. കുട്ടനാട്ടിലേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വേലിയേറ്റം മൂലം നമുക്ക് കൊണ്ടുപോകാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ സീറ്റ് പറഞ്ഞു പണം ഒരു പ്രശ്നമായിട്ടുണ്ട്, അനുവദിക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ടാണ് കർഷകൻ്റെ കാര്യം മാത്രമേ പണമില്ലാത്തത്? അതായത് KSRTC 436 കോടി എഴുതിത്തള്ളി. KSEBയുടേത്, അതായത് സംഘടിത മേഖലയിലെ ഈ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം 5500 കോടി രൂപ ഗവൺമെൻറ് ഏറ്റെടുത്തു. അവർക്കെല്ലാം കൊടുക്കാൻ പണമുണ്ട്. ഇപ്പോഴും കടമെടുത്തുകൂടെ ശമ്പളം കൊടുക്കുന്നു. കൃഷിക്കാരന് കൊടുക്കാൻ പണമില്ല. എന്ത് ന്യായമായതുള്ളത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള ബാങ്കിൽ 31,000 കോടി രൂപ ഡിപ്പോസിറ്റ് കിടപ്പുണ്ട്. 2 വർഷം മുമ്പത്തെ കണക്കാണ് പറയുന്നത്. കുട്ടനാട്ടിലെ കൃഷിക്കാർ കൊടുക്കേണ്ട 1577 കോടി മതി, കൊടുക്കാൻ സാധിക്കില്ലേ? അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ പണം കർഷകർക്ക് നെല്ലിന് വില കൊടുത്തിട്ട്
കേന്ദ്രം കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കർഷകരോട് മാത്രം എന്താ ഈ നിതാന്ത വൈരാഗ്യമുള്ളത്? പിന്നെ വോട്ട് ബാങ്കിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, തിരുവനന്തപുരത്ത് നോക്കും, ഞാനൊരു കൊടി പിടിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ടൊരു കുട്ടനാട് കോൺസ്റ്റിറ്റ്യുവൻസി, പിന്നെ 4-5 കോൺസ്റ്റിറ്റ്യൂൻസി ഏതാനും ഭാഗങ്ങൾ വരുമ്പോൾ തങ്ങളുടെ ഭരണത്തിനായി ഇതൊന്നും ഒരു പ്രതിബന്ധമല്ല. ഇവരെന്ത് കിടന്ന് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കുകയില്ല എന്നുള്ള ആ ധാർഷ്ട്യമാണ് ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ പിന്നിൽ. അതിന് വോട്ട് ബാങ്ക് ആവുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് രാഷ്ട്രീയത്തിൽ ഉള്ള മറുപടി. അതില്ലാത്തടത്തോളം കാലം കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി, ഇവിടുത്തെ രാഷ്ട്രീയ ഇപ്പം UDFന്റെ കൺവീനർ ബഹുമാനപ്പെട്ട ചേട്ടൻ അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും, നമുക്കറിയാം ഇലക്ഷൻ വരാൻ പോവുകയാണ്, നിയമസഭാ ഇലക്ഷൻ വരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ അപ്പോൾ UDF തീർച്ചയായിട്ടും അവരുടെ പ്രകടന പത്രികയിൽ കുട്ടനാടിന് അർഹമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കും. അത് കൊടുത്താൽ മാത്രം പോരെ, പക്ഷേ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് വേണം. LDFന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അതിനകത്ത് പ്രതികരിക്കാം. അല്ല, ഇവിടെ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ കണക്കുകളിലെല്ലാം തെറ്റുണ്ട്. 72,000 കോടി രൂപ UPA സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് കൃഷിക്കാരുടെ എഴുതി തള്ളി. രാഷ്ട്രീയക്കാരൊന്നും ചെയ്തില്ല എന്നുള്ള നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഫലമായിരുന്നു അത്. 72,000 കോടി രൂപ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി എഴുതി തള്ളിയത്. 2, ഇച്ഛാശക്തിയുടെ കുറവ് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ എന്നോടൊരു ഡേറ്റ് പ്രഖ്യാപിക്കാവോ, സമരം നടത്താവോ, പിന്നെ നമ്മുടെ പ്രകടന പത്രികയിൽ പറയാമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം വളരെ പുച്ഛമായിട്ട് സംസാരിച്ചതുകൊണ്ടാണ്. അല്ല, ചോദിച്ചല്ല, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെ പുച്ഛമായിട്ട് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ, ഇതിപ്പോൾ പറയേണ്ടി വരുന്ന രാഷ്ട്രീയമായതുകൊണ്ടാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് സംഘങ്ങളിൽ നിന്ന്, സൊസൈറ്റികളിൽ നിന്ന് ഇത് സിവിൽ സപ്ലൈയിലേക്ക് ഈ നെല്ല് എടുക്കാനും താങ്ങുവില പ്രഖ്യാപിച്ചതും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, രാഷ്ട്രീയ ഇച്ഛാശക്തി ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഭരിക്കുന്നവർക്ക് ജനങ്ങളോടുള്ള നന്മയും സ്നേഹവും കരുതലുമാണ്. അത് സൂക്ഷിച്ചിട്ടുണ്ട് UDF. ഞങ്ങൾ പ്രഖ്യാപിക്കുകയും താങ്ങുവില നൽകി അടുത്ത ഗവൺമെന്റ് കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കൃഷിക്കാരുടെ, കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ ആ ബാധ്യത ഏറ്റെടുക്കുക. അത് വളരെ സുപ്രധാനമായ പ്രഖ്യാപനമാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇതിൽ ചർച്ച കൊണ്ടുവരേണ്ടത്, നമ്മൾ ആ വിഷയം പരാമർശിച്ചപ്പോൾ മാത്രമാണ് നമ്മളിത് കർഷകരുടെ പ്രശ്നമാണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഏകകണ്ഠേനയുള്ള ഒരു പ്രതികരണമാണ് ഈ ഒരു വിഷയത്തിൽ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം മറന്നു വയ്ക്കാം. രാഷ്ട്രീയം വേണ്ട. പറഞ്ഞോളൂ. ഹലോ, എൻ്റെ പേര് ജെയിംസ്. ഞാൻ തകഴി കൃഷിഭവൻ്റെ ഇരുന്നൂരിന്നാണ്. തകഴി 2 പാടശേഖരത്തിൽ ഞാൻ കൃഷി ചെയ്യുന്ന, മുണ്ടപ്പാടത്തും വേടപ്പുറം 2 പാടത്തും. നമ്മൾ കൃഷി ഇറക്കും മുതൽ 4 മാസത്തോളം നമ്മൾ പൈസ മുടക്കി കൃഷി ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിന് ചുമട്ടുകൂലി 140 കൊടുക്കുക. അതിനകത്ത് ഒന്ന് മഴ ചാറിക്കഴിഞ്ഞാൽ 8 കിലോ 10 കിലോ ആണ് 1 ക്വിൻ്റലെ കുറയ്ക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ കൂടെ ലേബർ ചാർജ് നമ്മളെ കൊടുക്കുന്നത്. ആ പൈസ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഈ നെല്ല് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങൾ കഴിഞ്ഞാൽ പൈസ കിട്ടുന്നത്. അത് നമ്മൾ ഗോൾഡൊക്കെ പണയം വെച്ചും നമുക്ക് വേറെ വരുമാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മുടെ മക്കളെ നമ്മൾ ഈ ഇലങ്ങത്തോട്ട് അവരെ നമ്മൾ വിടുന്നില്ല. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. എന്നാലും നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പിന്നെ ശാസ്ത്രീയ വശങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പിന്നെ സിവിൽ സപ്ലൈസും പിന്നെ മില്ലുകാരും തമ്മിൽ ഒത്തിരി ഇതിനകത്തൊരു പിന്നെ ഇതുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് ഇതൊക്കെ നമ്മൾ സർക്കാർ അതിനകത്തൊക്കെ ഒത്തിരി പരിഹാരം കണ്ടെത്തണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ യൂത്തിലേക്ക് ഒന്ന് വരികയാണ്. നമുക്കറിയാം യൂത്ത് ഇപ്പം നാട് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതിനാൽ തന്നെ കുട്ടനാട്ടിലെ യൂത്തായിട്ടുള്ള വ്യക്തികൾ, യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ യൂത്തിൻ്റെ പ്രതിനിധി ഒന്ന് പങ്കുവയ്ക്കും. എൻ്റെ പേര് റോണി തോമസ്. ഞാൻ വടക്കേമശ്ശേരി ഇടവകാംഗമാണ്. ഞാനിപ്പോൾ ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലറായിട്ട് എടത്വായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 2018 ശേഷം ഞാൻ രാജഗിരിയിൽ നിന്ന് MSW കഴിഞ്ഞ ആളാണ്. അപ്പോൾ രാജഗിരി കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാൻ കുട്ടനാട്ടിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി. കുട്ടനാട്ടിലെ ആൾക്കാരുടെ മൈഗ്രേഷനെ പറ്റി, അതായത് ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ കുട്ടനാട്ടിലെ നെല്ലിനെ പറ്റി ചർച്ച ചെയ്യുന്നു, കുട്ടനാട്ടിൽ വില കിട്ടുന്ന എല്ലാം ഓക്കെ, കുട്ടനാട്ടിൽ വലിയ പ്രശ്നം തന്നെ, സമ്മതിച്ചു. പക്ഷേ കുട്ടനാട്ടിലെ ഒരു ജനത ഇവിടെ നിന്ന് വഴിമാറി പോവുകയാണ്. അതായത് ഇവിടെ നിൽക്കാൻ ഒരു ജനതയില്ല. സാർ പറഞ്ഞു, മൈഗ്രേഷൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതായത് കുട്ടനാട്ടിലേക്ക് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ പിന്തലമുറക്കാർ അല്ലെങ്കിൽ വല്യപ്പന്മാരുടെ കാലത്ത് ആൾക്കാർ ഇങ്ങോട്ട് വന്ന ഒരു സമയം പറഞ്ഞു, ചമ്പക്കുളം പള്ളി പണിത് എല്ലാം പറഞ്ഞു, ഓക്കെ. പക്ഷേ ഇന്ന് ആൾക്കാർ ഇവിടെ ഇല്ല. കുട്ടനാട്ടിൽ നിന്ന് അവർ കുടിയേറ്റക്കാരായിട്ട് പൊക്കോണ്ടിരിക്കുക.
2018 കണക്കിന് ശേഷം ഞാൻ ശേഖരിച്ച ഡേറ്റയിൽ 1200 വീട്ടുകാരെ ഞാൻ പോയി കണ്ടു. കുട്ടനാട്ടിൽ നിന്ന് പോയ 1200 പേര്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല. അവർ ഇൻഡ്യൂസ്ഡ് മൈഗ്രേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, നിർബന്ധിത പ്രകാരമുള്ള കുടിയേറ്റം എന്ന് പറയും. സ്വന്തം ഇഷ്ടപ്രകാരം ആരും പോയിട്ടില്ല കുട്ടനാട്ടിൽ നിന്ന്. ഒന്നില്ലെങ്കിൽ അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു വഴിയില്ലാത്തതിൻ്റെ പ്രശ്നം. ഇങ്ങനെ പല പല കാരണങ്ങളാൽ കുട്ടനാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾക്കാരുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടനാട്ടിൽ നിന്ന് പോയി അവിടെ ചെന്ന് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും, ഞാൻ മെയിനായിട്ട് ചങ്ങനാശ്ശേരി, കോട്ടയം, തിരുവല്ല ഭാഗത്താണ് ഞാൻ സർവേ നടത്തിയത്. ഇത്രയും ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തേക്ക്, ഇവിടെ ഇത്രയും ചേച്ചിമാരുണ്ടല്ലോ, അവരുടെ ഭാഗത്തേക്ക് ഞാൻ വരുക. ഈ വീട്ടിൽ നിന്ന്, കുട്ടനാട്ടിൽ നിന്ന് പോയ സ്ത്രീജനങ്ങളുടെ മെൻ്റൽ സ്ഥിതി, അതായത് അവരുടെ മാനസിക സ്ഥിതി ശരിയല്ല. അവരുടെ മാനസിക നില തകരുക. അവർ സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാം കെട്ടും പാണ്ടക്കെട്ടുമായി പെറുക്കി പോയിട്ട് അവർക്ക് വേറൊരു വീട്ടിൽ സംസാരിക്കാൻ ആളില്ല. കുട്ടനാട്ടിലായിരുന്ന പോലെ അയൽവക്കത്ത് വേലിയുടെ അറ്റത്ത് നിന്ന് കരിയാപ്പല പറിക്കാൻ പോകുമ്പോൾ, ചേമ്പ് പറിക്കാൻ പോകുമ്പോൾ എടി എന്നാ കൊണ്ട് കുശലം പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് കുശലം പറയാൻ ആളില്ല. തീർന്നു, അവരുടെ കണക്ഷൻ അവിടെ തീർന്നു, വീട്ടിലേക്ക് ഒതുങ്ങി തീർന്നു. 2, പാടത്തും പരിയമ്പറത്തും പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരും ചേട്ടന്മാരും ഉണ്ടായിരുന്നു ഇവിടെ. അവർക്ക് പോകാൻ സ്ഥലമില്ല. വീട്ടിൽ കുത്തിയിരുന്ന് ടിവിയുടെ മുൻപിലും മൊബൈലിലും കുത്തിയിരിക്കുന്ന ഒരു ജനതയായിട്ട് അവരും മാറി. രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. അങ്ങനെ ഒരു ജനതയുണ്ട്. 2, ഇവിടെയോ രാഷ്ട്രീയം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളല്ല. കുട്ടനാട്ടിൽ രാഷ്ട്രീയം വേണം. ഇനിയും രാഷ്ട്രീയം ഇല്ല എങ്കിൽ കുട്ടനാട്ടിലെ ജനത നിലനിൽക്കത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്? കുട്ടനാട്ടിലെ കർഷകർക്ക് പണ്ട് അള്ള വീഴുമ്പോൾ, അതായത് ഞാൻ എൻ്റെ അപ്പൻ പറഞ്ഞ കേട്ടിട്ടുണ്ട്, അള്ള വീഴുമ്പോൾ, കുട്ടനാട്ടിലെ അള്ള വീഴുമ്പോൾ ഒരു ജനത രാവും പകലും നോക്കാതെ ആൾക്കാർ കട്ട വെക്കാനും ബണ്ട് പിടിക്കാനും ഇറങ്ങുമായിരുന്നു. ഇന്ന് എത്ര പേര് സമയം നോക്കാതെ ഇറങ്ങും കുട്ടനാട്ടിന് വേണ്ടി? ആരും ഇറങ്ങത്തില്ല. അവരവരുടെ സമയം നോക്കി അവരവരുടെ മക്കൾ പറയുന്ന കാര്യം കേട്ട് എല്ലാവരും വീടിനകത്തിരിക്കും. അള്ള വീണതല്ലേ, രാവിലെ നോക്കാമെന്ന് പറയും. അന്നാ പാടം തീർന്നു. പക്ഷേ എൻ്റെ വല്യപ്പന്മാരും അപ്പന്മാരും ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനല്ല. അവർ സമയത്ത് ഇറങ്ങുമായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യേണ്ടത് കർഷകർക്കുള്ള ഒരുമ, ആ ഒരു ഒത്തൊരുമ ഇന്ന് കുട്ടനാട്ടുകാർക്കില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ ഒരുമയോടെ കാണുവാനുള്ള കുട്ടനാട്ടുകാരുടെ മനസ്കൃതി പോയി. അതിലേക്ക് തിരിച്ചു വരണം. അതിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് രാഷ്ട്രീയം പറയുന്നവരോട് ചങ്കൂറ്റത്തോടെ ചോദിക്കണം, നീ എനിക്ക് വേണ്ടി നാളെ എന്ത് ചെയ്യും? നിന്നെ ഞാൻ നാളെ കോൺസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജയിപ്പിച്ച് വിട്ടാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? കുട്ടനാട്ടുകാരന് വേണ്ടി എന്ത് ചെയ്യാൻ നിനക്ക് പറ്റും? അതല്ല, നിങ്ങൾക്കൊരു കുട്ടനാട്ടിലൊരു യൂത്ത് മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ കുട്ടനാട്ടിലൊരു മൂവ്മെന്റ്സ് ആയിട്ട് തന്നെ മാറാം. നിങ്ങളിലൊരാൾക്ക് തന്നെ അസംബ്ലിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ട് മത്സരിക്കാൻ വരുന്നില്ല? കുട്ടനാട്ടിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ? കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇഷ്ടം പോലെ ആൾക്കാർ കുട്ടനാട്ടിൽ കഴിവുള്ളവരുണ്ട്. ഇനിയും വരുന്ന UDF-കാരോടും LDF-കാരോടും ബാക്കി ഏത് പാർട്ടിക്കാരോടും നമുക്ക് പറയാം, ഞങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കുട്ടനാട്ടിന് വേണ്ടി നിർത്ത്, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ആരും പറയുന്നില്ല? അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മൾ പറയുന്ന ആൾക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ നമ്മുടെ പ്രതിനിധിയായ ഒരാളുണ്ടായിരിക്കും. അതിലേക്കാണ് കുട്ടനാട്ടിലെ ജനത ഇനിയും വരേണ്ടത്. അതിലേക്ക് മാറി ചിന്തിക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഈ പ്രശ്നങ്ങളെ ഒന്നും അവഗണിച്ചുകൊണ്ട് പറയുമല്ല. കുട്ടനാട്ടിൽ നെൽകർഷകർക്ക് പൈസ കിട്ടുന്നില്ല, വെള്ളപ്പൊക്കമുണ്ട്, ഒത്തിരി പ്രശ്നമുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. തെരുവിലോട്ട് ഇറങ്ങണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. വളരെ നമുക്കൊരു കയ്യടികളോടെ ആ ഒരു നിർദ്ദേശത്തെ എനിക്ക് സ്വാഗതം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കരിപ്പാടം സെക്രട്ടറിയാണ്. കരിപ്പാടം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 പുറയിലുള്ള പാടം. അപ്പം സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ മുൻകാലങ്ങളിൽ നമ്മുടെ വല്യപ്പന്മാർ ചെയ്തിരുന്നത് പോലെ ഇന്നും അത് അന്യം നിന്ന് പോയിട്ടില്ല എന്നൊരു ഇതുണ്ട്, പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സീസണിലെ വെള്ളപ്പൊക്കത്തിൽ 2 പ്രാവശ്യം ഞങ്ങളുടെ പാടം മട വീണത്. ഞങ്ങളുടെ പാടം വെള്ളപ്പൊക്കത്തിൽ ആ മട വീണത്, ഒരു പ്രാവശ്യം മട വീണത് പകലായിരുന്നു. അത് ഞങ്ങൾ കൃഷിക്കാർ തന്നെ അവരുടെ കായികബലം കൊണ്ട് അത് തടഞ്ഞു. പക്ഷേ അതിന് ശേഷം വരുന്നത് രാത്രി വെളുപ്പിന് 2 മണിക്കാണ്. അത് കുറച്ചുകൂടെ ഭീകരമായിരുന്നു. അതും ആൾക്കാരെ സംഘടിപ്പിച്ച് അത് ഞങ്ങൾ നടന്ന് ഇന്ന് 47 ദിവസത്തോളമായി നെൽച്ചെടി നിൽപ്പുണ്ട്. അപ്പോൾ അന്യം നിന്ന് പോയിട്ടില്ല. ഇന്നും മനസ്സുള്ളവരുണ്ട് ഇന്നും. പക്ഷേ അടുത്ത തലമുറ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് മുഖ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയുന്ന ഒരു അടിസ്ഥാന സൗകര്യ വികസനം. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 50 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു 11-12 വാർഡ്, നെടുമുടി പഞ്ചായത്തിലെ 11-12 വാർഡിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഒരു ടാറിട്ട് വരുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് അതിന് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞങ്ങൾ പല പ്രാവശ്യം പലരോടും പല രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാവരും പറയുന്നുണ്ട്. അവിടെ ഇപ്പം ഒരു അമ്പലം നിൽപ്പുണ്ട്, ഒരു അംഗൻവാടി നിൽപ്പുണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെ മഴ സമയത്ത് കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ
വളരെ ദയനീയമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പാടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റിനും നടന്നു പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ പണ്ട് വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല അതുവഴി. കാര്യം അത്ര കാടും പിടിച്ച് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ കൃഷിക്കാർ, നമ്മൾ ഓരോ കൃഷിക്കാരും ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് ഓരോ സബ്സിഡി ഉണ്ട്. ഈ സബ്സിഡി അതാത് സമയങ്ങളിൽ കൊടുക്കാൻ ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഒരു 5 വർഷത്തോളമൊക്കെ ആയി സബ്സിഡിയൊക്കെ കിട്ടി. അപ്പം അത് അതാത് സമയങ്ങളിൽ അതാത് കർഷകരുടെ കയ്യിൽ കിട്ടണം, അതൊരു സഹായമാകും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ലോൺ എടുത്തും നമ്മുടെ കൃഷി ഇറക്കുന്നത് ഓരോരുത്തർ വായ്പ എടുത്തൊക്കെ അത് സമയബന്ധിതമായിട്ട് നമ്മൾ നെല്ലിൻ്റെ പൈസ കിട്ടിയാൽ മാത്രമേ ആ പൈസ കൊണ്ട് നമുക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ലോൺ അടയ്ക്കാനൊക്കാത്ത നമ്മൾ വേറെ കടം മേടിച്ച് ഇത് അടയ്ക്കേണ്ട ഗതികേട്. അടിസ്ഥാന സൗകര്യങ്ങളിലെ പ്രശ്നം വലിയൊരു വിഷയം തന്നെയാണ്. ഞാൻ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനിലേക്ക് വരികയാണ്. വെച്ചാൽ നമുക്കിപ്പം നേരത്തെ ഒരു വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള സംഗതിയാണ്, കുട്ടനാട്ടിലൊരു സംഘടിത ശക്തിയായിട്ട് കുട്ടനാടൻ ജനത നിൽക്കുന്നില്ല. അതിൻ്റെ തൽഫലമായിട്ട് പല അവഗണനകളും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ അച്ഛന് എന്ത് തോന്നുന്നു? ഒരു സംഘടിത ശക്തി ആകാതെ പോകുന്നതുകൊണ്ടാണോ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും കുട്ടനാടിനെ അവഗണിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളിപ്പം ഇതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പീലിയാനിക്കലച്ചൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടി സംഘടിതമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറ്റം പറയുവാണെന്ന് പറയരുത്. പക്ഷേ അവസരവാദമാണ് പലപ്പോഴും. അവരവരുടെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അത് സാധിച്ചു കിട്ടണം എന്നുള്ള രീതിയിലുള്ള മനോഭാവം പലപ്പോഴും പല കർഷകർക്കുമുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്കെല്ലാവർക്കും നേട്ടമുണ്ടാവും എന്നുള്ള ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ പലരും പറഞ്ഞതുപോലെ വോട്ട് ബാങ്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് ഈ ഒരു ഐക്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഒരുപാട് ആളുകൾ ഐക്യത്തിലൊക്കെ കൂടുതൽ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടിച്ചേർന്ന് പോകാനായിട്ട് ഇപ്പോൾ ഓരോ പാടശേഖരങ്ങൾക്ക് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സ്ഥാപിത താല്പര്യങ്ങൾ മാറ്റിക്കൊണ്ട് കുട്ടനാട് ഇപ്പം നമ്മുടെ കണ്ണമ്പള്ളി സാറ് പറഞ്ഞതുപോലെ കുട്ടനാട് മൊത്തത്തിൽ ഒരു ജനതയായി കണ്ട് അത് കുട്ടനാട്ടിൽ നിന്ന് കുട്ടനാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ആ രീതിയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇവിടെ ഇപ്പം രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിൽക്കാനുള്ള താല്പര്യങ്ങൾ കാണും. അത് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം കുട്ടനാട്ടിൽ ഇതുവരെ ഇപ്പം ഒരു 20 വർഷത്തോളമായിട്ടുള്ള MLAമാർ എത്തരത്തിലുള്ള ആളുകളാണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, കുട്ടനാട്ടുകാർക്ക് വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് അങ്ങനെയുള്ള ആളുകൾ പോരാ. നമ്മുടെ MLAമാർ കുട്ടനാടിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളായിരിക്കണം ഇവിടെ നിന്ന് MLAമാരായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ജയക്കോട സാർ പറഞ്ഞു നിയമസഭയിൽ കുട്ടനാടിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. അത് സത്യമാണ്. കുട്ടനാട്ടിൽ പലപ്പോഴും കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടനാടിൻ്റെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടനാട്ടിൽ വികസനത്തിന് വേണ്ടി ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് നമ്മുടെ തിരഞ്ഞെടുത്ത് വിട്ട MLAമാർ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് ഒരു നഗ്ന സത്യമാണ്. അപ്പം അതിനെയൊക്കെ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ യോജിപ്പുണ്ടാവണം, ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് അത് MLA സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് മാത്രമല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പം അദ്ദേഹം പറഞ്ഞു പലതരത്തിലുള്ള സബ്സിഡികൾ അതാത് വർഷങ്ങളിൽ കിട്ടുന്നില്ല. സത്യമാണ്. പല വർഷങ്ങളിലും ഉള്ള കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അത് ചിലപ്പം 1, 2, 3 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അതൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ചാക്കോബ് സാറ് പറഞ്ഞതുപോലെ കർഷകർക്ക് മാത്രം കൊടുക്കാൻ ഫണ്ടില്ല. അത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു ശരിയായ ഒരു ഗവൺമെൻറ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെയുള്ള മറ്റു ഉദ്യോഗസ്ഥ വർഗങ്ങൾ ഒക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളവും പല രീതിയിലുള്ള ഇപ്പോൾ തന്നെ നമ്മൾ ഓണത്തിനുള്ള ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു പ്രഖ്യാപിച്ചത്, ബോണസൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ PSC ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം കൂട്ടുന്നു.
അപ്പോൾ ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ വേതനം കൂട്ടി, വളത്തിൻ്റെ വില കൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും കർഷകർക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു തീരുമാനങ്ങളുമില്ല. അത് തീർച്ചയായിട്ടും കർഷകർ ഒന്നിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അടിവരയിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും ഒരുമിച്ച് ശബ്ദമുയർത്തുവാനുമുള്ള ഒരു തരത്തിലുള്ള പരിശ്രമങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു നല്ല രീതിയിലുള്ള അങ്ങനെയുള്ള ഒരുമിച്ചുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആഗ്രഹവും അതുതന്നെയാണ്. താങ്ക് യു. ഞാൻ ബഹുമാനപ്പെട്ട ആൻ്റണി സാറിലേക്ക് വരികയാണ്. കാരണം സാറാണ് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള നേതൃത്വം വഹിച്ചത്. മാത്രമല്ല സാറ് ഗവൺമെൻറ് തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള വ്യക്തി കൂടിയാണ്. നമ്മളിവിടെ പല ആശയങ്ങൾ പങ്കുവച്ചു, പല സൊല്യൂഷൻസ് പങ്കുവച്ചു. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് കൃത്യമായിട്ടൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു? പ്രത്യേകിച്ച് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ പങ്കുവച്ച പല സൊല്യൂഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ ആശയങ്ങൾ. നമസ്കാരം. ആദ്യമേ തന്നെ എനിക്ക് അഭിനന്ദിക്കാനുള്ളത് നമ്മുടെ യുവജന സുഹൃത്തിനെയാണ്. അദ്ദേഹം പറഞ്ഞ ആശയം 2018 ഞാനൊരു ലേഖനമായി പങ്കുവച്ചപ്പോൾ നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ എന്നോട് പറഞ്ഞത്, ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ മോൻ ഇതുപോലെ ഒന്നുകൂടെ എഴുതേണ്ടി വരുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പെണ്ണ് കിട്ടുന്നില്ല, ഇവിടെ വീടുകളിൽ ആൾ താമസിക്കാനില്ല, ഓരോ മാസവും 100 കണക്കിന് ആളുകൾ കുട്ടനാട് പ്രദേശത്ത് നിന്ന് മാറി താമസിക്കുന്നുവെന്ന് മറ്റൊരാളെടുത്ത് എൻ്റെ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ബഹുമാനപ്പെട്ട സക്കറിയ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറയുന്ന 10 വർഷം കഴിയുമ്പോൾ ഇതിനപ്പുറം എഴുതേണ്ടി വരും, അത് വരാതിരിക്കാൻ ഞാൻ ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞത്. പണ്ടത്തെ ഒരു ലയം കുട്ടനാടിന് നഷ്ടപ്പെട്ടു. സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു കൃഷിയുടെ ഇടത്തിൽ കർഷകനോ കർഷക തൊഴിലാളിയോ ഒന്നിച്ചേർന്നായിരുന്നു പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്നത്. ഒരു ബണ്ട് പൊട്ടിയാൽ മുതലാളി വരണമെന്നില്ല, അന്ന് തൊഴിലാളികൾ തന്നെയായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഇന്ന് കൃത്യമായ കൂലിയും മറ്റ് അനുബന്ധ കാര്യങ്ങളും കൊടുക്കാതെ എവിടെങ്കിലും കൃഷിയിടം ഞങ്ങളുടേതാണ് എന്ന് തോന്നി ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു വലിയ പാരമ്പര്യമുണ്ട്. അത് തുടങ്ങുന്നത് കഴിഞ്ഞതിൻ്റെ അങ്ങേ നൂറ്റാണ്ടിലാണ്. പള്ളിത്താനൻ ലൂക്കാ മത്തായി ലൂക്കായും 18 വയസ്സുള്ള ഒരു യുവാവ് തൻ്റെ കൃഷിയിടത്തിൽ വേമ്പനാട്ട് കായലിൽ തൻ്റെ കൃഷിയിടം കുത്തിയെടുത്താണ് ആദ്യമായി വേമ്പനാട്ട് കായലിൽ കായൽ നിലം കുത്തിയെടുത്തത്. വർഷങ്ങൾക്ക് ശേഷം പല കായലുകളും രൂപപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുരിക്കന്റെ നേതൃത്വത്തിൽ കായലുകൾ കുത്തിയെടുത്തു. നാടിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ കർഷകന് ജീവിക്കാൻ അവന് നൽകാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ബിവറേജസ് കോർപ്പറേഷനിൽ 4000 പേർക്ക് കൊടുക്കുന്ന ബോണസ് തുക ഒരു 4 വർഷത്തെ കൂട്ടിവെച്ചാൽ കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും നെൽകർഷകർക്ക് കടമില്ലാതെ നെല്ലിൻ്റെ പൈസ കൊടുക്കാൻ പറ്റും. 1,06,000 രൂപ നിങ്ങളെയും എന്നെയും കള്ളു കുടിച്ച് ചാകാൻ നിർബന്ധിക്കുന്ന ഒരു വകുപ്പിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഒരു വ്യക്തിക്ക് കൊടുക്കുന്നെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കരുതിക്കൊള്ളുക. കുട്ടനാടിനെ പറ്റി അമിതമായിട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതാണ് മനസ്സിലിരിപ്പ്. കുടിക്കാൻ കൊടുക്കുന്നവന് കോടികൾ കൊടുക്കുമ്പം അന്നം വിളയിക്കുന്ന കർഷകന് കൊടുക്കാനായിട്ട് ഒന്നുമില്ലാത്ത ദയനീയ അവസ്ഥ. ഇതിനൊരു മാറ്റം വരണം, ഒരു മുന്നേറ്റം ഉണ്ടാകണം. ഇതിന് ഈ ലയം തിരിച്ചു കിട്ടണം. വേണ്ട, വലിയൊരു ഫണ്ട് അവിടെ കിടപ്പുണ്ട്. ഏതാണെന്നറിയാവോ? ഭൂമി തരം മാറ്റുന്ന, നമ്മളൊക്കെ നേരത്തെ നികത്തിയ നെൽവയൽ തരം മാറ്റി ഭൂമിയാക്കി കഴിയുമ്പോൾ അതിനു വേണ്ടി ഒരു തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. ആ തുക എവിടെ? കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം സർക്കാരിലേക്ക് കൊടുത്ത ഒരു കണക്കനുസരിച്ച് 1550 കോടി രൂപ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ തുക പോലെ കുട്ടനാട്ടിലെ പാലക്കാട്ടെ കേരളത്തിലെ നെൽകർഷകർക്ക് ഒരു സീസണിലേക്ക് 1000 കോടി രൂപ മാറ്റിവെക്കുന്നതിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതാണ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ഇല്ലാതെ പോയത്. ഇനിയും കേരളത്തിൽ ഏറ്റവും അധികം ചുമട്ടുകൂലി കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. 1 കിൻഡൽ സിമെന്റിന്റെ ഭാരവും 1 കിൻഡൽ നെല്ലിന്റെ ഭാരവും വ്യത്യാസമുണ്ടോ? 1 കിൻഡൽ സിമെന്റ് ചുമക്കുന്നതിന് 50 രൂപയ്ക്ക് താഴെ ആകത്തുള്ളൂ 2 ചാക്ക് സിമെന്റ് എടുക്കുന്നതിന്. പക്ഷേ 1 കിൻഡൽ നെല്ല് നോക്കണേ 130 രൂപ കൊടുക്കണം. വേണ്ടേ? എന്താ ഇതിൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ കുറേ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് കുട്ടനാട്, അല്ലെങ്കിൽ നെൽകൃഷി മേഖല.
ഇവിടെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളിൽ മാറ്റം വരണം. കേരളത്തിൻ്റെ കുട്ടനാടിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, സാംസ്കാരിക സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ മറ്റൊന്നാണ് കാർഷിക മേഖല. ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ഇവിടുത്തെ കൃഷിഭൂമി വാട്ടർ ലെവൽ, സീ ലെവലിന് താഴെയാണെന്നുള്ള ഒരു ബോധം ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ടാവണം. മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താന്ന്? ഉത്തരവാദിത്ത ബോധത്തോടെ നമുക്ക് നേതൃത്വം നൽകുന്നവർക്ക് തോന്നണം 3 മുതൽ 9 വരെ അടി താഴ്ചയിലാണ് കുട്ടനാടൻ ജനത കൃഷി ചെയ്യുന്നതെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഡീവാട്ടറിങ് നടത്തിയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്, അല്ല വെള്ളം കയറ്റിയല്ല, വെള്ളം ഇറക്കി കളഞ്ഞാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്നുള്ള ബോധം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ടാവണം, ഇവിടെ ആയാലും കേന്ദ്രത്തിലായാലും. അതില്ലാതെ പോകുന്നു. ഇനി മറ്റൊന്ന്, കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമല്ല പ്രശ്നം, ഇവിടെ വെള്ളക്കെട്ടാണ് പ്രശ്നം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളപ്പൊക്കം ഇവിടെ ഒരു വിഷയമേ അല്ല. കുട്ടനാട്ടുകാർ ഏത് വെള്ളപ്പൊക്കത്തിലും രക്ഷപ്പെടും. കാരണം 2018 ഈ ചുറ്റുവട്ടത്തെ ജാതി മത വർഗ വർണ്ണഭേദമന്യേ 100 കണക്കിന് ആളുകൾ കയറിയിരുന്ന ഒരു ദേവാലയമായി ഈ കാണുന്ന പള്ളി ഇവിടെ കാണുന്നത്. ഇവിടെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നത് ഒത്തിരി നന്നായി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇവിടെ കർഷകരുടെ ഇടയിലോ നാട്ടുകാരുടെ ഇടയിലോ ഒരു വേർതിരിവില്ലാത്ത ഒരു നാട്, എല്ലാവരും സഹകരിച്ചു പോകുന്ന ഒരു നാടാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ, ഞാൻ വീണ്ടും പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണടച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം. കേരളത്തിലെ ഈ കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് എടുത്തു പറയാം, നദികൾ, തോടുകൾ, കായലുകൾ 20 വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നതിനേക്കാളും 1/3 അതിൻ്റെയൊക്കെ ആഴം കുറഞ്ഞു. നമ്മുടെ ഡാമുകളുടെ ആഴം കുറഞ്ഞു. 2018 മനുഷ്യനിർമ്മിത പ്രളയം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ തോടുകളുടെയും ആറുകളുടെയും കായലുകളുടെ ആഴം കുറഞ്ഞു. വേമ്പനാട് കായലിനെ പറ്റി കൃത്യമായി പഠനം നടത്തിയുകൊണ്ട് പറയുകയാണ്, മുൻപുണ്ടായിരുന്നതിൽ നിന്നും 1/3 വേമ്പനാട് കായലിൻ്റെ ആഴം കുറഞ്ഞെന്ന് പഠനം നടത്തി കൃത്യമായ രേഖകൾ നമുക്ക് മുന്നിലുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേണ്ട. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെയും എൻ്റെയും കാലത്ത് വേമ്പനാട് കായൽ വലിയൊരു ചതുപ്പായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ശാസ്ത്രീയ പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്. ഭൗതിക കാര്യങ്ങളിൽ മാറ്റം വരണം. അതോടൊപ്പം തന്നെ നെൽകർഷകർക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് തരുന്ന, നമ്മളെ അന്നമൂട്ടുന്ന, അന്നം കഴിക്കാതെ, ചോറും കഴിക്കാതെ മലയാളി മുന്നോട്ട് പോകത്തില്ല. ചോറുണ്ണുന്ന മലയാളിക്ക് അന്നം നൽകുന്ന കർഷകന് നമ്മൾ കൊടുക്കുന്നത് എന്നും കടവ. ഇവൻ വെള്ളം വറ്റിക്കാൻ തുടങ്ങുമ്പോൾ ബണ്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ഇറക്കുന്നതിന് മുൻപ് 1 ഏക്കറുകാരന് ഏറ്റവും കുറഞ്ഞ ഒരു 6000 രൂപ ചെലവുണ്ട്, ഇല്ലേ? അത് കഴിഞ്ഞ് കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ വിത്ത്, നല്ല വിത്ത് കിട്ടുന്നത് ഇപ്പം ദുർലഭമായിട്ട് മാത്രമാണ്. നല്ല വിത്ത് കിട്ടി 2-3 പ്രാവശ്യം വിത്ത് കൃഷി ഇറക്കേണ്ട ഗതികേടില്ല കർഷകൻ. അതുപോലെ തന്നെ നല്ല വളവോ അല്ലെ കീടനാശിനികളോ യഥാസമയം കിട്ടത്തില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ആവശ്യത്തിനുള്ള തൊഴിലാളികളെ കിട്ടുമോ? അതില്ല. അത് കഴിഞ്ഞു വരുമ്പോൾ ഇവിടെ നെല്ല് സംഭരണവും അതുപോലെ തന്നെ കൊയ്ത്തെടുക്കാനായിട്ടുള്ള മെഷീൻ്റെ ദൗർലഭ്യം, ഇതെല്ലാം കഴിഞ്ഞ് അന്യായമായ ചുമട്ടുകൂലിയും കൊടുത്ത് നമ്മൾ എത്തിച്ചു കഴിയുമ്പോൾ PRS എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 17 മുതൽ 35% വരെ കിഴിവ്. ലോകത്തിൽ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത കിഴിവ് സമ്പ്രദായം. ഇതൊക്കെ ഒന്ന് മാറ്റാൻ ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ന് സാധിക്കും? ഈ നാണം കെട്ട സ്ഥിതിവിശേഷങ്ങൾ മാറിയില്ലെങ്കിൽ കുട്ടനാട്ടിലെന്നല്ല ഒരു നാട്ടിലെയും നെൽകൃഷി വിജയത്തിലേക്ക് എത്തത്തില്ല. ഈ ഒരു ലയം മനുഷ്യരുടെ, കർഷകരുടെ, സാധാരണക്കാരുടെ, ഇവിടുത്തെ കച്ചവടങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിലെ കർഷകർ നന്നാകണം. കർഷകൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കച്ചവടക്കാർ നന്നാവൂ, ഇവിടുത്തെ വാഹനങ്ങൾ ഓടത്തുള്ളൂ. അല്ലെ മറ്റേതൊരു കാര്യങ്ങളാണേലും നടക്കണമെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ കർഷകരുടെ കയ്യിൽ കാശ് വേണം. ചങ്ങനാശ്ശേരി പട്ടണവും ആലപ്പുഴ പട്ടണവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടനാട്ടിലെ കർഷകർ അവർക്ക് നെല്ല് വിറ്റ് കിട്ടുന്ന കാശ് കൃത്യമായി അവർ ചിലവഴിക്കുകയും ഈ പട്ടണങ്ങളിൽ പോയി സാധനം വാങ്ങുകയും ചെയ്യുന്നതുകൊണ്ടായിരുന്നു ഒരു കാലത്ത് ചങ്ങനാശ്ശേരി പട്ടണമായാലും ആലപ്പുഴയായാലും മെച്ചപ്പെട്ട് നിന്നിരുന്നത്. ചങ്ങനാശ്ശേരി മാർക്കറ്റ് പിന്നോട്ട് പോയതിൽ കുട്ടനാടിനൊരു വലിയ റോളുണ്ട്. കാരണം കുട്ടനാടിൻ്റെ പിന്നോക്കാവസ്ഥയാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ പിന്നോട്ടടിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഇനിയും നേരത്തെ ഒരാൾ പറഞ്ഞു വെള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന്. അതെ, നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് വെള്ളമാണ്. നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് AC കനാൽ പോലെയൊക്കെ ഉള്ളത്. ഇതുപോലെയൊക്കെയുള്ള ഒരു കനാൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആണ്ടുവട്ടത്തിലൊരു 12 പ്രാവശ്യം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വള്ളംകളി നടത്താൻ പറ്റുന്ന ഇത്രയും നല്ലൊരു സ്ഥലം AC കനാൽ പോലെ വേറൊന്നുണ്ടോ? അതിൻ്റെ 2 കരകൾ സുന്ദരമായി മോടി പിടിപ്പിച്ചാൽ ഇത്ര നന്നായിട്ട്
പല തവണ ടൂറിസം വള്ളംകളി സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ല കുട്ടനാട്ടിൽ, അല്ലെ കേരളത്തിൽ ഒരിടത്തുമില്ല. എന്തേ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധങ്ങളില്ലാതെ പോകുന്നു? എന്തേ കർഷകരെ പറ്റി ചിന്തയില്ലാതെ പോകുന്നു? ചിലവിനനുസരിച്ചുള്ളതെങ്കിലും കർഷകർക്ക് കൊടുക്കണമെന്ന് തോന്നാതെ പോകുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ എന്നാണ് ഒരു സാധാരണ കുട്ടനാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. ഇത് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു ചിന്ത ഇവിടെ ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്. ഈ സ്ഥലം ചൊളുവിലയ്ക്ക് അടിച്ചെടുത്ത് മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന കഴുകൻ കണ്ണുകളോടുകൂടി ആരൊക്കെയോ നമുക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ട കുട്ടനാട്ടുകാരെ, സൗഹൃദത്തിൽ കഴിയുന്ന ഈ സമൂഹങ്ങളെ ഭിന്നിപ്പിച്ച്, രാഷ്ട്രീയമായും സാമുദായികമായും അല്ലാതെയും ഭിന്നിപ്പിച്ച് നിങ്ങൾക്ക് മുകളിൽ കഴുകൻ കണ്ണുകളോടെ നിങ്ങളെ ആക്രമിക്കാൻ, കുട്ടനാട് താമസിക്കാൻ കൊള്ളുകയല്ലാത്ത ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ ഇവിടുന്ന് ഓടിക്കാൻ, നിങ്ങളുടെ വസ്തുവകകൾക്ക് വിലയില്ലാതാക്കി നിങ്ങളെയൊക്കെ ഇവിടെ ഓടിക്കാൻ ആരൊക്കെയോ ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് ഒരു മാർപ്പാപ്പ ഇന്ത്യൻ ജനതയോട് പറഞ്ഞതുപോലെ, ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ എന്ന് പറഞ്ഞതുപോലെ, കുട്ടനാട്ടുകാരോട്, കുട്ടനാട്ടുകാരനായ എനിക്ക് നമ്മളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കുട്ടനാട്ടുകാരെ, നമ്മുടെ രക്ഷ നമ്മുടെ മാത്രം കൈകളിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ 10-20 വർഷമായിട്ട് കുട്ടനാടിനെ പ്രതിനിധീകരിക്കാതെ പോകുന്ന പൊതുവേദികളിൽ പ്രതിനിധീകരിക്കാൻ തക്ക തരത്തിലുള്ളവരെ നമ്മുടെ മുന്നേറ്റം കൊണ്ട് രൂപീകരിക്കാൻ, അല്ല തിരഞ്ഞെടുക്കാനാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ബാധ്യതകളും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ പഴയ തലമുറ ചെയ്തിരുന്നത് പോലെ ചെയ്യാനായെങ്കിൽ മാത്രമേ ഒരു പുതിയ കുട്ടനാട് ഉദയം ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സക്കറിയ സാറ് പറഞ്ഞതുപോലെ, ഇതിനെപ്പറ്റി ഇതിലും മോശമായിട്ട് എഴുതണ്ട. ഗതികേട് 10 വർഷം കഴിയുമ്പം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.